സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമുള്ള 2025 കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബിൽ, 2025 കേരള പഞ്ചായത്ത് രാജ് ഭേദഗതി ബിൽ, തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെൻ്ററി മന്ത്രി ശ്രീ എം. രാജേഷ് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമുള്ള 2025 കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബിൽ, 2025 കേരള പഞ്ചായത്ത് രാജ് ഭേദഗതി ബിൽ എന്നിവ പരിഗണനയ്ക്കെടുക്കണമെന്ന ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബിൽ, 2025 കേരള പഞ്ചായത്ത് രാജ് ഭേദഗതി ബിൽ എന്നിവ പരിഗണനയ്ക്കെടുക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അങ്ങനെ സംസാരിക്കാവുന്നതാണ്. ഇപ്പോൾ സംസാരിക്കുന്നില്ല സർ, ചർച്ചയ്ക്ക് ശേഷം സംസാരിക്കും. രണ്ട് ബില്ലുകളുടെ ചർച്ച ഒന്നിച്ച് നടത്താവുന്നതാണ്. ഇനി 2025 കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബിൽ, 2025 കേരള പഞ്ചായത്ത് രാജ് ഭേദഗതി ബിൽ എന്നിവ സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ടുകൾക്ക് വിയോജനക്കുറിപ്പ് നൽകിയ അംഗങ്ങളൊന്നും തന്നെ സഭയിൽ ഹാജരായിട്ടില്ല. ശ്രീ പി എസ് സുമാൽ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ പി ബാലചന്ദ്രന് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമുള്ള 2025 കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബിൽ പൊതുജനാഭിപ്രായം നേരിടുന്നതിനായി സർക്കുലേറ്റ് ചെയ്യണമെന്ന് 1A നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. സർ, കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബില്ലും കേരള പഞ്ചായത്ത് രാജ് ഭേദഗതി ബില്ലും കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും അതിലെ ജനകീയ സഹകരണം വിപുലപ്പെടുത്തുന്നതിനും വേണ്ടി ഉള്ള ഭേദഗതികളാണ്, നിയമ ഭേദഗതികളാണ്. 1994 മുനിസിപ്പാലിറ്റി ഭേദഗതി ബില്ലിന് ശേഷം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് 76 വർഷം തികയുമ്പോഴാണ് പുതിയ മുനിസിപ്പാലിറ്റി ഭേദഗതി ബില്ല് സഭയിൽ അവതരിപ്പിക്കുന്നത്. ജീവിതത്തിൻ്റെ വിവിധ വിധാനങ്ങളിലുള്ള ജനവിഭാഗങ്ങളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി എങ്ങനെ ബന്ധപ്പെടുത്തണമെന്നും അതിലുള്ള നിയമപരമായ തടസ്സങ്ങൾ എങ്ങനെ ഒഴിവാക്കാമെന്നും ആദ്യമായി ആലോചിക്കുന്നത് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ കാലത്താണ് സർ. പദ്ധതി വിഹിതത്തിൻ്റെ 40% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നതോടുകൂടി അധികാരത്തിൻ്റെ പുനർവിന്യാസവും അതുവഴി സാധ്യമാക്കാനാണ് ഇടതുപക്ഷ സർക്കാരുകൾ ശ്രമിച്ചത്. ഇന്ന് ശ്രീ എം. രാജേഷ് നയിക്കുന്ന ഈ വകുപ്പ് പലതരത്തിലുള്ള വിവിധങ്ങളായ നിയമ ഭേദഗതികളിലൂടെ മുനിസിപ്പാലിറ്റി ആക്ടിൽ വരുത്തുന്ന ഭേദഗതിയും പഞ്ചായത്ത് രാജ് ആക്ടിൽ വരുത്തുന്ന ഭേദഗതിയും നടപ്പിൽ വരുന്നതോടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള സീറ്റ് സംവരണത്തിൻ്റെ പ്രശ്നം പുനർനിർണയം ചെയ്യാനും അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിലെ കയ്യേറ്റങ്ങൾ തടയുന്നതിനും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിക്കും പഞ്ചായത്തുകൾക്കും ലഭിക്കേണ്ട വരുമാനത്തിൽ വർധനമുണ്ടാക്കുന്നതിനു വേണ്ടിയുള്ള വിവിധ സംവിധാനങ്ങളും വിവിധ തരത്തിൽ ഇന്ന് കോടതി പോലും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള നമ്മുടെ പൊതു ഇടങ്ങളിലെ ബോർഡുകളും കമാനങ്ങളും എല്ലാം വയ്ക്കുന്നത് നിയമപരമായി എങ്ങനെ സാധൂകരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഒരു പൊതു സംവിധാനം ഇതിനെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നതിനുമാണ് ഈ ബില്ല് ലക്ഷ്യം വയ്ക്കുന്നത്, ഈ നിയമ ഭേദഗതി ലക്ഷ്യം വയ്ക്കുന്നത്. ഈ നിയമ ഭേദഗതികളുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോൾ പ്രതിപക്ഷം ഇവിടെ ഇല്ല എന്നുള്ളത് നമുക്കറിയാം. പ്രതിപക്ഷമില്ല എന്ന് പറഞ്ഞാൽ പോരാ, വിറളി പിടിച്ച പ്രതിപക്ഷം ഇവിടെ ഇല്ല എന്ന് പറയണം. കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കേരളത്തിൽ വീശിയടിക്കുന്ന കാറ്റ് ഇടതുപക്ഷത്തിന് അനുകൂലമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം ചില സംഭവവികാസങ്ങൾ കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട് സർ. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരുതരം വിഭ്രാന്തിയാണ് ഇവിടെ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ആഗോള അയ്യപ്പ സംഗമത്തെ കേരളത്തിലെ സാമുദായിക നേതൃത്വങ്ങളെല്ലാം അംഗീകരിക്കുകയും പ്രത്യേകിച്ച് ഇടതുപക്ഷത്തോട് മമതയൊന്നും പുലർത്താതെ നിന്നിരുന്ന പ്രസ്ഥാനങ്ങൾ പോലും വളരെയധികം അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു സംഭവമുണ്ടായി. നിങ്ങളും ഞാനും അത് മറന്നിട്ടുണ്ടാവില്ല. ജനകീയമായ ഈ സംവിധാനത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി BJPയുടെ നേതൃത്വത്തിൽ ഒരു വിശ്വാസ സംഗമം നടക്കുകയുണ്ടായി. ആ വിശ്വാസ സംഗമം അവരെ അബദ്ധത്തിലാണ് കൊണ്ടുചെന്നെത്തിച്ചത്. കാരണം അവിടെ ഒരു മഹാമണ്ഡലേശ്വർ, ഒരു സ്വാമി പ്രസംഗിച്ചത് വാവരും അയ്യപ്പനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അതിന് ജാതി വിദ്വേഷത്തിൻ്റെ മതപ്രസംഗത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട്. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞതുപോലെ BJPക്കാർക്കും അടികിട്ടിയപ്പോൾ, അല്ലെങ്കിൽ അവർക്കും ജനകീയമായി ഒറ്റപ്പെടേണ്ട സ്ഥിതി ഉണ്ടായപ്പോൾ, കേരളത്തിൻ്റെ പുരാവൃത്തങ്ങളും കേരളത്തിൻ്റെ നിരവധി കാലത്തെ ചരിത്രവും പരിശോധിച്ചാൽ എരുമേലിയിലെ പള്ളിയും അയ്യപ്പ ക്ഷേത്രവും തമ്മിലുള്ള ബന്ധം വ്യക്തമാണ്. അതുപോലെ തന്നെ വാവരും അയ്യപ്പനും തമ്മിലുള്ള ബന്ധം വ്യക്തമാണ്. ചരിത്രത്തെ തിരുത്തുന്നതിന് വേണ്ടി വാപുരനാണ്, വാവരല്ല എന്ന് സ്ഥാപിക്കാനാണ് ആ സ്വാമി അവിടെ ശ്രമിച്ചത്. അപ്പോൾ അവരും ഒറ്റപ്പെട്ടതോടുകൂടി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാം വട്ടവും കേരളത്തിൽ വമ്പിച്ച ജനകീയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും എന്നുള്ളതുകൊണ്ടാണ് ഈ നിയമസഭയ്ക്കകത്ത് ഇത്തരത്തിലുള്ള വ്യക്തമായ പ്രശ്നങ്ങൾ ഉന്നയിക്കാതെ ഈ നാടകം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഉള്ള ദിവസങ്ങളിൽ സഭയോട് സഹകരിക്കും എന്ന് വിശ്വസിക്കാൻ നമുക്കാവുന്നില്ല. ഇങ്ങനെയുള്ള ഒരു പ്രതിപക്ഷം പൊതു കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ബില്ലായി ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ അവരുടെ അസാന്നിധ്യം കൊണ്ടാണ് ശ്രദ്ധിക്കപ്പെടേണ്ടത് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ ജനകീയമായി അവർ ഒറ്റപ്പെടും എന്നുള്ളത് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാൻ. വന്നിട്ടുള്ള അനുഭവമാണ് UDFൻ്റെയും പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും കാലത്തുണ്ടായിട്ടുള്ളത്. കേരളത്തിലെ അധികാര വികേന്ദ്രീകരണ ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ജില്ലാ കൗൺസിലുകൾ രൂപീകരിച്ച കാര്യം നമുക്കെല്ലാം അറിയാം. ജില്ലയെ മൊത്തം ഒരു ഭരണഘടകമായി എടുത്തുകൊണ്ട് ജില്ലാ കളക്ടർ, സെക്രട്ടറിയും തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധി പ്രസിഡന്റുമായിട്ടുള്ള ശ്രദ്ധേയമായ കാൽവെപ്പായിരുന്നു അത്. ആ ജില്ലാ കൗൺസിലിനെ മുഴുവനും തകർക്കുകയും നോക്കുകുത്തിയാക്കുകയും മാറ്റിയത് UDFൻ്റെയും കോൺഗ്രസിൻ്റെയും ഭരണകാലത്തായിരുന്നു എന്ന കാര്യം അങ്ങയുടെ ശ്രദ്ധയിലില്ലേ? അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, പൊതു കേരളത്തിൻ്റെ സാമാന്യ ജനങ്ങൾ ചർച്ച ചെയ്ത കാര്യമാണ്. അധികാര വികേന്ദ്രീകരണവും UDFും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. മോരും മുതിരയും പോലെയാണ്. അവർ തമ്മിലൊരു ബന്ധവുമില്ല. അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച്, അധികാരം ജനങ്ങൾക്ക് കൊടുക്കുന്നതിനെക്കുറിച്ച്, ജനകീയ ഗവൺമെൻറ്റുകളെക്കുറിച്ച്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് UDFന് അങ്ങനെ പ്രബലമായ ധാരണകളൊന്നും അവർക്ക് ഭരണം കരഗതമായ സന്ദർഭത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് അവരുടെ ഭരണം പരിശോധിച്ചാൽ അറിയാം. കൂടുതൽ സമയം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ നിയമ ഭേദഗതികളെ ഞാൻ പിന്തുണയ്ക്കുകയാണ് സർ. ശ്രീ വി ജോയിക്ക് സബ്ജക്റ്റ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബിൽ വീണ്ടും അതേ സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന 2B നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. സാർ, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഈ കഴിഞ്ഞുപോയ കാലം അതിൻ്റെ ഏറ്റവും സുവർണമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് എന്ന് പറയാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. ഒട്ടേറെ മാറ്റങ്ങൾ ഈ മേഖലയിൽ വരുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ ഭേദഗതിയിലൂടെ കൊണ്ടുവരുന്നത് തന്നെ കുറച്ചുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ, മുനിസിപ്പാലിറ്റികളെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്.
ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ സംവരണവുമായി ബന്ധപ്പെട്ട് വരുന്ന ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയുടെ ഭാഗമായിട്ട് വരികയാണ്. ചെയർപേഴ്സൺമാരുടെ അധികാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ ഇതിനകത്ത് കുറിക്കുകയാണ്. അവരുടെ സാമ്പത്തിക ചുമതലകൾ, മറ്റു ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനകത്ത് അതിൻ്റെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും ആഭ്യന്തരവും വിജിലൻസും അതിൻ്റെ മോണിറ്ററിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് മാറ്റം വരികയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൊടിതോരണങ്ങൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട്. അത് പ്രധാനമായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടൽ, പൊതുസ്ഥലങ്ങളിൽ ബോർഡുകൾ വയ്ക്കുക, കൊടിതോരണങ്ങൾ കെട്ടുക, ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ചില ഇടപെടൽ വരുന്നുണ്ട്. പക്ഷേ ജനാധിപത്യ നാട്ടിൽ, ജനാധിപത്യ രാജ്യത്ത്, സംസ്ഥാനത്ത് നമുക്ക് പൊതുവായ ജനങ്ങളെ അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കാൻ നമുക്ക് സാധിക്കണം. അത് ചിലപ്പോൾ സമ്മേളനങ്ങളിലൂടെ അറിയിക്കേണ്ടതായിട്ട് വരും, ചിലപ്പോൾ പൊതുയോഗങ്ങളിലൂടെ അറിയിക്കേണ്ടതായിട്ട് വരും. ഈ അറിയിപ്പുകൾ നൽകുന്നതിന് ബോർഡുകൾ സ്ഥാപിക്കുക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് സ്ഥാപിച്ചുകൂടാ എന്ന നിലപാട് എടുക്കുന്നതിന് പകരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചില പ്രത്യേകമായിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന പർട്ടിക്കുലർ ഏരിയ ഈ പ്രചരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് നീക്കിവെക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. വേണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരു ചെറിയ ഫീസ് ഈ കാര്യത്തിൽ ഈടാക്കുന്നതിന് തെറ്റില്ല. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ജനങ്ങളെ യഥാർത്ഥത്തിൽ അറിയിക്കേണ്ടതായിട്ടുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ അറിയിക്കുന്നതിന് ഇത്തരം പ്രചരണ സാധനങ്ങൾ, സാമഗ്രികൾ നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അതിനൊരു പ്രത്യേകമായിട്ടുള്ള ഒരു പരിരക്ഷ നമുക്ക് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അത് പ്രധാനമായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറയുമ്പോൾ അത്തരം ചില കാര്യങ്ങളെ കൂടി ശ്രദ്ധിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊരു കാര്യം നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇപ്പോൾ ജനപ്രതിനിധികൾ, പ്രത്യേകിച്ചും MLA-മാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒക്കെ ഈ പണ്ടത്തേത് മാതിരിയല്ല. ഈ റോഡ് വക്കുകളിൽ നമ്മൾ നല്ല വെയിറ്റിംഗ് ഷെഡുകൾ നിർമ്മിക്കുന്നുണ്ട്. വെയിറ്റിംഗ് ഷെഡുകൾ എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ആധുനികമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടിയ വൈഫൈ അടക്കം, നമുക്ക് അത്യാവശ്യം FM റേഡിയോ കേൾക്കാൻ പറ്റുന്ന തരത്തിൽ, ആളുകൾ വന്നാൽ ഒരു ബസ് കാത്തിരിക്കുന്ന സ്ഥലത്ത് സ്വാഭാവികമായി ഒരു കുറച്ചു നേരം ഇരിക്കേണ്ടി വന്നാൽ ഒരു മുഷിവ് വരാത്ത നിലയിൽ ഇരിക്കാൻ പറ്റുന്ന ഒട്ടേറെ സംവിധാനങ്ങൾ നമ്മുടെ വെയിറ്റിംഗ് ഷെഡുകളുടെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ MLA-മാരും വെയിറ്റിംഗ് ഷെഡുകൾ ചെയ്യുന്നുണ്ട്. മനോഹരമായിട്ടുള്ള വെയിറ്റിംഗ് ഷെഡുകളാണ് ചെയ്യുന്നത്. പക്ഷേ ആ വെയിറ്റിംഗ് ഷെഡ് ചെയ്ത് മൂന്നാമത്തെ ദിവസം അതിൽ പോസ്റ്റർ ഒട്ടിക്കുകയാണ് സാർ. അത് എങ്ങനെ വൃത്തികേടാക്കാം എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യുന്നത്. അതിനകത്ത് ഒട്ടിക്കുന്ന പോസ്റ്ററുകളുടെ ചില വിവരങ്ങൾ എനിക്കുണ്ട്. പക്ഷേ ഞാൻ ഇങ്ങനെ പൊതുസഭയായതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ചില വൈദ്യന്മാർ ചില ചികിത്സയുമായി ബന്ധപ്പെട്ട ബോർഡുകൾ വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ അതിനകത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പരിരക്ഷയുമില്ല. 2 ലക്ഷം രൂപയോ 2.5 ലക്ഷം രൂപയോ, ഇപ്പോൾ ഈ വൈഫൈ എല്ലാം വരുന്നിടത്ത് കുറച്ചുകൂടി പൈസ വരുന്നുണ്ട്. ലൈറ്റ്, ഫാന് സംവിധാനങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ, ഇപ്പോൾ എൻ്റെ അവിടെ വെച്ചെടുത്തൊരു സ്ഥലത്ത് മുലയൂട്ടുന്ന അമ്മമാർക്ക് അത്യാവശ്യം അവിടെ വന്നാൽ ഒരു മുറിയിലേക്ക് മാറിയിരുന്ന് അതിനുള്ള സൗകര്യമടക്കമുള്ള ബസ് സ്റ്റാൻഡുകളാണ്. പക്ഷേ ഇതെല്ലാം നശിപ്പിക്കുന്നത് വളരെ വ്യാപകമായിട്ട് വരികയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഇത്തരം ചില ശ്രമങ്ങൾ ഈ വെയിറ്റിംഗ് ഷെഡുകളുടെ ഭംഗിയെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പോസ്റ്റർ ഒട്ടിക്കുക, ഏത് പോസ്റ്ററും കൊണ്ടുപോയി അതിനകത്ത് ഒട്ടിക്കുക. അപ്പോൾ അത് നമുക്ക് ഏത് വിധത്തിൽ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടതായിട്ട് ഉള്ളത്. ഈ തരത്തിൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും സുതാര്യമായി പ്രവർത്തിക്കേണ്ട ഒരു വകുപ്പാണ് പഞ്ചായത്ത് വകുപ്പ്. ബഹുമാനപ്പെട്ട മെമ്പറുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, ഈ മലപ്പുറം ജില്ലയിൽ സർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വ്യാപകമായ അഴിമതി നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ആക്ഷേപങ്ങളും പത്രങ്ങളും നിത്യേന വന്നുകൊണ്ടിരിക്കുന്നതാണ്. സുതാര്യമായി പ്രവർത്തിക്കേണ്ട ഈ പഞ്ചായത്തുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ അഴിമതി നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചില കേസുകളും വന്നിട്ടുണ്ട്. 46 കോടിയോളം രൂപ അഴിമതി നടത്തിയിട്ടുള്ള ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജയിലിലാണ് സർ. അവിടെ
അവിടെ ജയിലിലാണ്. വേറെയും അഴിമതി ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട് സർ. എൻ്റെ തൊട്ട പഞ്ചായത്തിലെ വട്ടംകുളം പഞ്ചായത്തിൽ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ അഴിമതി നടന്നിട്ടുണ്ട്. ഇത്തരം അഴിമതികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുതാര്യമായി പ്രവർത്തിക്കേണ്ട സാധാരണക്കാരന് സഹായം ചെയ്യേണ്ട ഈ പഞ്ചായത്ത് നടക്കുന്ന മറ്റ് ലോക്കൽ ബോഡീസ് നടക്കുന്ന ഈ അഴിമതി സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് നടപടികളാണ് സർ സ്വീകരിച്ചിട്ടുള്ളത്? അവർക്കെതിരായിട്ടുള്ള കർശനമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവുമോ? ഇതിനെപ്പറ്റി കൂടി ബന്ധപ്പെട്ട മന്ത്രി. സാർ, നമ്മൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിപ്രശസ്തമാണ്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും ശ്രദ്ധ പിടിച്ചുപറ്റുന്ന തരത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ പോകുന്നത് എന്നെല്ലാം പറയുമ്പോൾ തന്നെ ഇത്തരം ചില മോശപ്പെട്ട പ്രവർത്തനം നടത്തുന്ന ജനപ്രതിനിധികളുണ്ട്. ഇപ്പോൾ കേട്ടാൽ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കേട്ടാൽ തന്നെ വളരെ മോശമാകുന്ന ഒരു രീതിയാണ് ചില ജനപ്രതിനിധികൾ എടുക്കുന്നത്. പ്രത്യേകിച്ചും മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ ഒരു UDF മെമ്പർ 2 മാസമായിട്ട് ജയിലിൽ കിടക്കുകയാണ്. ഇത് ഇവിടെ ഇന്ന് ഈ കോലാഹലമുണ്ടാക്കിയ ആളുകൾ, അഴിമതിയെ സംബന്ധിച്ച് മുദ്രാവാക്യം വിളിക്കുന്ന ആളുകൾ, ചോർ ചോർ എന്ന് വിളിക്കുന്ന ആളുകൾ ഇത് മനസ്സിലാക്കിയിട്ടാണോ ഈ വിളിക്കുന്നത്? 2 മാസമായി, 2 മാസത്തിലധികമായി ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജയിലിൽ കിടക്കുകയാണ്. ഇവിടെ ചില UDF ഭരിക്കുന്ന മുനിസിപ്പാലിറ്റികൾ എത്രത്തോളം അഴിമതിയാണ് മുനിസിപ്പാലിറ്റികൾ നടത്തിയിരിക്കുന്നത്? ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. ഗവൺമെൻറ് ഈ കാര്യത്തിൽ അതിശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു വരുന്നു എന്നുള്ളതാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത്. കേരളം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളിലും വളരെ മുമ്പിലാണെന്ന് ഇടതുപക്ഷം പറയുന്നതല്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മുടെ കർണാടകയിലെ ഒരു മന്ത്രി കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ റവന്യൂ വകുപ്പ് മന്ത്രി കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞത്, നിങ്ങൾ നോക്കൂ, കേരളത്തെ നോക്കൂ, ആരോഗ്യരംഗം കേരളത്തിൽ ഒന്നാമതാണ്, വിദ്യാഭ്യാസ രംഗം കേരളം ഒന്നാമതാണ്, സമഗ്ര വികസനം കേരളം ഒന്നാമതാണ്. കേരളത്തെ കണ്ടുപഠിക്കാൻ കർണാടകയിലെ ഒരു മന്ത്രി തൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകളോട് ആഹ്വാനം പറയുകയാണ്. ആ നിലയിലേക്കാണ് കേരളം വരുന്നത്. കേരളം ഇന്ന് ചെയ്യുന്നത് നാളെ ഇന്ത്യ ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ ഇന്ത്യ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ കേരളമാണ് ഏറ്റവും മുമ്പിലേക്ക് നിന്ന് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമുക്ക് ഏറ്റവും വലിയ തലവേദന ഉണ്ടായിരുന്നതാണ് മാലിന്യ നിർമ്മാർജ്ജനം. ആ മാലിന്യ നിർമ്മാർജ്ജനത്തെ സംബന്ധിച്ചിടത്തോളം മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ ഒരു ചരിത്ര നേട്ടത്തിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി സാധിച്ചില്ലേ? യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും അവസാനം നൽകിയിട്ടുള്ള ശുചിത്വ സർവേ 100 നഗരങ്ങൾ എടുത്തതിൽ ഈ കൊച്ചു കേരളം ഏതാണ്ട് 8-10 നഗരങ്ങൾ, കോർപ്പറേഷനുകൾ, ഇപ്പോൾ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, തൃശ്ശൂർ, കൊല്ലം തുടങ്ങിയിട്ടുള്ള കോർപ്പറേഷനുകൾ അടക്കം നമുക്ക് 8 കോർപ്പറേഷനുകൾ യഥാർത്ഥത്തിൽ ഈ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിലെടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിലയിലേക്ക് നമുക്ക് വരാൻ വേണ്ടിയിട്ട് സാധിച്ചില്ലേ? ഇപ്പോൾ ഡിജിറ്റൽ കേരളം നമുക്ക് വളരെ അഭിമാനിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ആ പ്രവർത്തനങ്ങൾ കൊണ്ടുപോയില്ലേ? യഥാർത്ഥത്തിൽ വെഞ്ഞാറമൂടിലെ പുല്ലമ്പാറ തുടങ്ങിവെച്ച ആ ഒരു ജൈത്രയാത്ര ഇന്ന് അതിഗംഭീരമായി കേരളം മുഴുവൻ ഏറ്റെടുക്കുന്ന സാഹചര്യം വന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് കേരളം നടപ്പിലാക്കിയിട്ടുള്ള ഈ ഡിജിറ്റൽ സർവേയുടെ ഭാഗമായിട്ടാണ്, അല്ലെ ഡിജിറ്റൽ കേരളം കണ്ടുപഠിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത്തരം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. അതിൻ്റെ ഒരു കാര്യം ആണ് ഇവിടെ യഥാർത്ഥത്തിൽ ഈ ഭേദഗതിയോടുകൂടി കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രവർത്തനങ്ങളിൽ ഒരു നല്ല കാൽവയ്പ് നടത്താൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് പ്രധാനം. സാർ, ഇവിടെ 2-3 ദിവസമായിട്ട് സഭ നടക്കുന്നില്ല. സഭ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തുകയാണ്. സാധാരണ നിലയിൽ ക്വസ്റ്റ്യൻ അവർ അങ്ങനെ തടസ്സപ്പെടുത്താറില്ല. സാധാരണ ക്വസ്റ്റ്യൻ അവർ എന്ന് പറയുന്നത് സ്വാഭാവികമായി അംഗങ്ങൾ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായി പ്രശ്നങ്ങളുണ്ടെങ്കിലും ക്വസ്റ്റ്യൻ അവറിനെ ബാധിക്കാറില്ല. പക്ഷെ ഇപ്പോൾ ഈ പുതിയ പ്രതിപക്ഷ നേതാവ് വന്നതിന് ശേഷം ഏത് തരത്തിലാണ് സഭയെ അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുക?
കീഴ്വഴക്കങ്ങളെല്ലാം ലംഘിക്കപ്പെടുകയാണ്. നിശ്ചയമായിട്ട് ക്വസ്റ്റ്യൻ അവർ 3 ദിവസമായിട്ട് നിരന്തരം സ്തംഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അവരുന്നയിക്കപ്പെടുന്ന പ്രശ്നം എന്താണ്? ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രിമാർ, ബഹുമാനപ്പെട്ട പി രാജീവ് മിനിസ്റ്ററും രാജേഷ് മിനിസ്റ്ററും ബാലഗോപാൽ മിനിസ്റ്ററും എല്ലാം ഇന്നലെ വളരെ കർക്കശമായി, ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട സ്പീക്കറും എല്ലാം പറയുകയുണ്ടായി. ഇവർക്കൊരു കാര്യം ഇപ്പോൾ ശബരിമലയിലെ വിഷയമാണ്. ആ ശബരിമലയിലെ വിഷയം ഉന്നയിക്കുന്നതിന് ഭരണപക്ഷം അല്ലെങ്കിൽ ഗവൺമെൻറ് തടസ്സമാണോ? തടസ്സമല്ല. അവർക്ക് ആ വിഷയം ഉന്നയിക്കാം. അവരെ കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെയല്ലേ സീറോ ഓവറിലാ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഉന്നയിച്ചിട്ട് ഗവൺമെൻറ്റിന് പറയാനുള്ളത് കേൾക്കാം. പക്ഷെ അതിനവർ തയ്യാറാകുന്നില്ല. തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? കൃത്യമായ മറുപടി, ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുകൾ സസൂക്ഷ്മം ഈ സഭയെ അറിയിക്കാൻ ഭരണപക്ഷത്തിനാകുമെന്നുള്ളത് കൊണ്ടാണ്, ആ പേടി കൊണ്ടാണ് ഇവരെ കൊണ്ട് സംസാരിപ്പിക്കില്ല എന്ന നിലയിലേക്ക് നിങ്ങൾ മാറി ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. സ്വർണം അടിച്ചു മാറ്റലും അത് ചെമ്പാണോ സ്വർണമാണോ എന്ന് നോക്കലും ഒന്നും ഞങ്ങളുടെ പണിയല്ല. ഞങ്ങൾ അത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടാറുമില്ല. ഇവിടെ കേരളത്തിലെ ഗവൺമെൻറ് മറ്റേത് ഗവൺമെൻറ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പണം ശബരിമലയ്ക്ക് നൽകിയിട്ടുണ്ട്. ശബരിമലയുടെ സുവർണ കാലം എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വരുന്ന ഈ കാലഘട്ടമാണ് എന്നുള്ളത് UDF മനസ്സിലാക്കണം. അവർക്കറിയാമത്. നിങ്ങൾ നോക്കൂ, 9 വർഷമായി പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിലേറ്റി വന്നിട്ട് 9.5 വർഷമായി. കഴിഞ്ഞ 9.5 വർഷക്കാലത്തിനിടയിൽ ദേവസ്വം ബോർഡുകൾക്ക് സംസ്ഥാന ഗവൺമെൻറ് നൽകിയ പണം സർവകാല റെക്കോർഡാണ്. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മാത്രം 144.96 കോടി രൂപ, 145 കോടി രൂപ, ഇപ്പോൾ വരുന്ന ഈ ബഡ്ജറ്റിൽ കൊടുക്കുന്ന പണവും കൂടി വരുമ്പോൾ 150 കോടിയിലധികം രൂപ ശബരിമലയ്ക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തു. ശബരിമലയ്ക്ക് പ്രത്യേകം കൊടുത്തു. കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഏതാണ്ട് 30 കോടി രൂപ കൊടുത്തു. മലബാർ ദേവസ്വം ബോർഡിന് 250.77 കോടി രൂപ കൊടുത്തു. കൂടൽമാണിക്യം ദേവസ്വത്തിന് 15 ലക്ഷം രൂപ കൊടുത്തു. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് 18 കോടി രൂപ കൊടുത്തു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് 4 കോടിയോളം രൂപ കൊടുത്തു. അമ്പലങ്ങളിൽ നിന്ന് പണം വാങ്ങുന്നു എന്നാണ് BJP പ്രചരിപ്പിക്കുന്നത്. കോൺഗ്രസ് അതിനെ കുട പിടിച്ചു കൊടുക്കുകയാണ്. 1 രൂപ അമ്പലങ്ങളിൽ നിന്നോ ദേവസ്വങ്ങളിൽ നിന്നോ സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല. മറിച്ച് കോടിക്കണക്കിന് രൂപ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിനും ദേവസ്വത്തിന്റെ പ്രവർത്തനങ്ങൾക്കുമായിട്ട് നൽകുന്ന ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. അതിനാണ് അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കാണണം. ഇവിടെ ശബരിമലയെ സംബന്ധിച്ച് ഇന്നിവിടെ ഏറ്റവും കൂടുതൽ ബഹളമുണ്ടാക്കിയ അനിൽകുമാർ ഉണ്ടല്ലോ, ബഹുമാനപ്പെട്ട അംഗം അനിൽകുമാർ, എൽദോസ്, അതുപോലെ തന്നെ CR മഹേഷ് ചോദിച്ചൊരു ചോദ്യത്തിന് ഇന്ന് അവര് ചോദിച്ച 17/9/2025 ചോദിച്ചൊരു ചോദ്യത്തിന് ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ഒരു മറുപടി നൽകിയിരുന്നു. ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശബരിമല വികസനത്തിനായി നൽകിയ തുകയെ സംബന്ധിച്ചാണ് ചോദിച്ചത്. കൃത്യമായിട്ടുള്ള കണക്ക് ബഹുമാനപ്പെട്ട മന്ത്രി നിയമസഭാ അംഗങ്ങൾക്ക് നൽകി. നിങ്ങൾക്കാണല്ലോ ഈ മറുപടി നൽകിയത്. നിങ്ങളൊന്ന് ഇതൊന്ന് വായിച്ചു നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായോ? 2022, 23, 24, 25 സാമ്പത്തിക വർഷങ്ങളിൽ 30 കോടി, ആദ്യത്തെ 2 വർഷം 30 കോടി രൂപ വീതവും 24, 25 സാമ്പത്തിക വർഷം ഇതുവരെ 27.6 കോടി രൂപയും ഗവൺമെന്റ് നൽകി എന്ന് ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി മറുപടി നൽകിയിരിക്കുകയാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, എന്തായിരുന്നു ഇതിന്റെ പ്രശ്നം? ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട ബാലചന്ദ്രൻ മെമ്പർ പറഞ്ഞു, ആഗോള അയ്യപ്പ സംഗമം നടത്തി. അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ വല്ലാത്ത ഒരു പിന്തുണ നാനാഭാഗത്തു നിന്ന് അതിന് ലഭ്യമായി. ഈ പിന്തുണ ലഭ്യമായപ്പോൾ ഇതിനെ തകർക്കണമല്ലോ. ഈ ആഗോള സംഗമത്തിന് 3 ദിവസം മുമ്പാണ് ഒരു ഉണ്ണിപ്പോറ്റി രംഗപ്രവേശനം ചെയ്യുന്നത്. ആ ഉണ്ണിപ്പോറ്റി എന്ന് വളരെ വാത്സല്യത്തോട് കൂടിയിട്ട് വിളിക്കുകയാണ്. അടൂർ പ്രകാശ്
ഇപ്പോൾ വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ പിന്നെ ഡാഷും അഴിഞ്ഞ് എന്ന് പറയുന്നത് പോലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചു ഇവിടെ റേഷൻ കടയ്ക്ക് പൈസ വാങ്ങിയതുമായി ബന്ധപ്പെട്ട്. വിജിലൻസ് കോടതി തള്ളി. പിന്നീട് ഹൈക്കോടതി ചെന്ന് എന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. ഹൈക്കോടതി തള്ളി. ഏറ്റവും അവസാനം സുപ്രീം കോടതിയെ സമീപിച്ചു. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇരട്ട ജഡ്ജ്മെന്റ് പ്രഖ്യാപിച്ചു. ഒന്ന് അടൂർ പ്രകാശിനെ കേസിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞതിനെ തള്ളി. കേസ് വിചാരണ നേരിടണം എന്ന് പറഞ്ഞു. അന്നത്തെ വിജിലൻസ് കേസാണ്. ഒരു മന്ത്രിയാണ്, ഇന്ന് UDF-നെ നയിക്കുകയാണ്. മറ്റൊന്ന് കുഴലിലൂടെ സഞ്ചരിക്കുന്ന, കുഴലിലൂടെ നോക്കുന്ന ഒരു മാന്യൻ നിയമസഭാ അംഗത്തിന് കോടതി അവസാനം പറഞ്ഞു 10 ലക്ഷം രൂപ പിഴ നൽകേണ്ടി വരും, അടയ്ക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ഊരിപ്പോയി, കുഴലേ ഊരിപ്പോയി. ഇന്നിവിടെ ചില അഭ്യാസങ്ങൾ കാണിച്ചു. ഞാൻ പറഞ്ഞത് ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഉണ്ണിപ്പോറ്റി എങ്ങനെയാണ് ഉണ്ണിപ്പോറ്റിയുടെ ബന്ധം. അറിഞ്ഞോ അറിയാതെയോ ശ്രീ അടൂർ പ്രകാശ് അദ്ദേഹത്തിൻ്റെ വായിന്ന് വീണു, എനിക്കറിയാം. സർ, ഇവിടെ ബഹുമാനരായ ജോയി MLA വളരെ സമർത്ഥമായിട്ടാണ് നമ്മുടെ ഈ ആഗോള അയ്യപ്പ സംഗമം ഒരു LDF സർക്കാർ നടത്തി വിശ്വാസികളുടെ താല്പര്യങ്ങൾ, വിശേഷിച്ച് ശബരിമല കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ആരാധനയാണ്. ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ആഗോള അയ്യപ്പ സംഗമം നടത്തി വിശ്വാസികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനെ വളരെ അതിൽ പ്രകോപിതരായിട്ടാണ് വസ്തുതാപരമായി ശരിയില്ലാത്ത കോടതിയിൽ ഉൾപ്പെടെയുള്ള വിഷയത്തെ ജനങ്ങളെയും വിശ്വാസികളെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അങ്ങത് സമർത്ഥമായിട്ട് ഇവിടെ അവതരിപ്പിക്കട്ടെ. സാർ, ഞാൻ അങ്ങയുടെ ചർച്ചയുടെ ഭാഗമായിട്ട് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു കാര്യം, സോവിയറ്റ് യൂണിയൻ്റെ ഭരണാധികാരിയായിരുന്ന ലെനിൻ അതിൻ്റെ ഭരണാധികാരിയായിരിക്കുന്ന ഘട്ടത്തിൽ ഒരു പെൺകുട്ടി അദ്ദേഹത്തെ അസുഖബാധിയായ ആശുപത്രിയിൽ കിടക്കുന്ന ഒരു പെൺകുട്ടി അദ്ദേഹത്തെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കും. അപ്പോൾ ലെനിൻ ആ കുട്ടിയെ പോയി കാണുന്ന ഘട്ടത്തിൽ കുട്ടിയോട് സംസാരിച്ചു, കുശലമൊക്കെ പറഞ്ഞു, കുട്ടിയോട് അസുഖവിവരങ്ങളൊക്കെ ചോദിച്ചു. പോവാൻ നേരത്ത് കുട്ടി സോവിയറ്റ് യൂണിയൻ്റെ ആ മഹാനായ ഭരണാധികാരിയോട് പറയണം, അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ എന്ന് ചോദിക്കും. അപ്പോൾ ലെനിൻ അവിടുന്ന് കുട്ടിക്ക് വേണ്ടി കുട്ടിയുടെ മുന്നിൽ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനായ സോവിയറ്റ് യൂണിയൻ്റെ ഭരണാധികാരി പ്രാർത്ഥിക്കുന്നത് ശരിയാണോ എന്നൊരു വലിയ ചോദ്യം അന്ന് വളരെ ശക്തമായിട്ട് ഉയർന്നു വന്നു എന്നാണ്. അപ്പോൾ ലെനിൻ അതിന് പറഞ്ഞൊരു മറുപടിയുണ്ട്, ഞാനൊരു ഭരണാധികാരിയാണ്, ഭരണാധികാരിയുടെ ചുമതല ആ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന, ആവശ്യപ്പെടുന്ന നിഷ്കളങ്കമായ ഒരു ആവശ്യം അവർക്ക് വേണ്ടി ചെയ്യുന്നതിൽ തെറ്റില്ല. കുട്ടിയുടെ ഈ നിഷ്കളങ്കമായ ആവശ്യം നിറവേറ്റാൻ ഞാൻ ശ്രമിച്ചത് ആ കുട്ടിയുടെ ഒരു ഭരണാധികാരി എന്ന നിലയിൽ എൻ്റെ ആവശ്യം നിറവേറ്റലാണ്. സർ, ഇവിടെ LDF സർക്കാർ അല്ലെ ദേവസ്വം ബോർഡ് ഭരണഘടനാപരമായൊരു ചുമതല നിറവേറ്റുന്നതിനെ അതിനെ ഇകഴ്ത്താനും ആക്ഷേപിക്കാനും ചെയ്യുന്നത് ശരിയാണോ എന്ന നിലയിൽ അങ്ങയുടെ അഭിപ്രായം എന്താണ് അത് സംബന്ധിച്ച്? കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് പൊതുവെ പറഞ്ഞു വരുത്തുന്ന ഒരു പ്രചരണമാണ് വിശ്വാസത്തെ സംബന്ധിച്ച്. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കുന്നവന് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കുന്നവന് വിശ്വസിക്കാതിരിക്കാനും ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നതിൽ വലിയൊരു വിഭാഗം വിശ്വാസികളാണ്. ആ വിശ്വാസത്തെ സംരക്ഷിക്കപ്പെടേണ്ട ബാധ്യത ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചതുപോലെ, സഖാവ് ലെനിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതുപോലെ, സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ലക്ഷോപലക്ഷം വരുന്ന, ഇപ്പോൾ കഴിഞ്ഞ തീർത്ഥാടന സമയത്ത് തന്നെ ലക്ഷക്കണക്കിന് 50 ലക്ഷത്തിലധികം വരുന്ന ആളുകൾ അവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരുടെ കാര്യങ്ങളെ സംബന്ധിച്ച് സംരക്ഷിക്കാൻ, അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങൾ സംരക്ഷിക്കാൻ ഗവൺമെൻറ് ബാധ്യസ്ഥരാണ്. അയ്യപ്പനെ ആർക്കെങ്കിലും അങ്ങ് സ്വയം പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ ജനങ്ങളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്താനല്ല, ആ വിശ്വാസത്തെ മുറുകെ പിടിക്കാനാണ് ഗവൺമെൻറ് തയ്യാറാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതാണ് അതിനെ സംബന്ധിച്ച് മറുപടിയായി പറയാനുള്ളത്. സർ, നമ്മുടെ സംസ്ഥാനത്ത് ഇന്നിപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ശബരിമല വിഷയമെന്ന് പറയുന്നത്. ഇവിടെ ഇന്ന് പ്രതിപക്ഷം മൂന്നാമത്തെ ദിവസവും
ആ വിഷയം ഗൗരവത്തോടു കൂടി സഭയിൽ ചർച്ച ചെയ്യാൻ സമ്മതിക്കാതെ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി. മുഖ്യമന്ത്രിയെ പോലും അപമാനിക്കുന്ന വാക്കുകൾ പ്രതിപക്ഷത്തിലെ അംഗങ്ങൾ ഉപയോഗിച്ചു. അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി. പ്രതിപക്ഷ നേതാവ് ഞങ്ങൾ സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി അദ്ദേഹം നമ്മുടെ നിയമസഭ ഗേറ്റിൽ വെച്ച പത്രക്കാരെ കണ്ടിട്ട് നടത്തിയ ഒരു പ്രസ്താവനയുണ്ട് സർ. ആ പ്രസ്താവന യഥാർത്ഥത്തിൽ ഒരു മാനസിക നില തെറ്റിയ ഒരാളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പോലെയാണ് ഞാൻ കേട്ടത്. അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ആർത്തി മുഴുത്ത് അധികാരത്തിലെത്തുന്നതിന് വേണ്ടി ഏതു തരത്തിലുള്ള നീചപ്രവൃത്തിക്കും താൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുന്ന മട്ടിലാണ് ഇന്ന് അദ്ദേഹം പുറത്ത് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി ഞാനായിരുന്നു സർ. ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഉത്തരവാദിത്വം എന്താണെന്നും ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്വം എന്താണെന്നും ക്ഷേത്രങ്ങൾ നടത്തുന്നതായിട്ടുള്ള ഭരണസമിതികളുടെ ഉത്തരവാദിത്വം എന്താണെന്നും എല്ലാം തന്നെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുന്നവർ തന്നെയാണ് ഈ സമൂഹത്തിലുള്ളവർ. ദേവസ്വം ബോർഡ് തീരുമാനങ്ങൾ എടുക്കുന്നു. ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ആയിരക്കണക്കായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ആ തീരുമാനങ്ങൾക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് പ്രത്യേകമായിട്ടുള്ള ഉദ്യോഗസ്ഥ സംഘമുണ്ട്. അവരെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. അവിടെയൊന്നും ദേവസ്വം വകുപ്പ് മന്ത്രിക്കോ ദേവസ്വം വകുപ്പിനോ ഒരു കാര്യവുമില്ല എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമായിട്ടുള്ളൊരു സംഗതി തന്നെയാണ് സർ. അദ്ദേഹം ഇന്ന് ഉന്നയിച്ച ആക്ഷേപം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു സമനില തെറ്റിയ ഒരാളിൻ്റെ ആക്ഷേപമായിരുന്നു. അദ്ദേഹം പറയുകയാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പം അന്നത്തെ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ ഇടനിലക്കാരനായി നിന്ന് ഒരു കോടീശ്വരന് വിറ്റു എന്ന്. ആ കോടീശ്വരൻ ആരാണെന്ന് കടകംപള്ളിക്ക് അറിയാം, പറയണമെന്നാണ് അദ്ദേഹം പറയുന്നത്. സർ, ഒരു രാഷ്ട്രീയ നേതാവ്, അതും നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എത്രമാത്രം അധപ്പതിക്കാം എന്നുള്ളതിൻ്റെ പ്രകടമായ ഉദാഹരണമായിട്ട് നമുക്കത് ചൂണ്ടിക്കാണിക്കാൻ കഴിയും സർ. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആണത്തമുണ്ടെങ്കിൽ, തൻ്റെ ഇടമുണ്ടെങ്കിൽ, അഭിമാനമുണ്ടെങ്കിൽ ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരനാണ് കടകംപള്ളി സുരേന്ദ്രൻ വിറ്റതെന്ന് വ്യക്തമാക്കണം, അല്ലെങ്കിൽ ഇടനിലക്കാരനായി നിന്ന് വ്യക്തമാക്കണം. അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് വനവാസത്തിന്, അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കാത്തു നിൽക്കേണ്ട കാര്യമില്ല, വനവാസത്തിന് പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറാവണം. സർ, എന്തും പറയാം എന്നുള്ളൊരു നില അദ്ദേഹം സ്വീകരിക്കുകയാണ്. രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അധികാര രാഷ്ട്രീയത്തിലെത്തും. സർ, BJP-യുമായിട്ട് ചേരുകയാണ് അദ്ദേഹം. സർ, എൻ്റെ നിയോജകമണ്ഡലം കഴക്കൂട്ടമാണ്. കഴക്കൂട്ടം നിയോജകമണ്ഡലത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ ഒരു BJP നേതാവുണ്ട്. ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ പ്രശ്നം വന്ന ദിവസം മുതൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള രീതിയിൽ കടകംപള്ളി സുരേന്ദ്രനാണ് ഇതിൽ ഇടനിലക്കാരനായിട്ട് നിന്നതെന്നോ അല്ലെങ്കിൽ അന്നത്തെ ദേവസ്വം മന്ത്രി അദ്ദേഹമായിരുന്നു എന്നൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമം നടത്തുന്നുണ്ടായിരുന്നു. അതങ്ങനെ ഏക്കുന്നുണ്ടായിരുന്നില്ല. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഈ പ്രചരണം അടക്കമുള്ള പ്രചരണങ്ങളിലൂടെ നടത്തുന്നത്. സർ, നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേത്രങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി 1957 EMS-ൻ്റെ ഗവൺമെൻറ് മുതൽ 2016 പിണറായി വിജയൻ്റെ ഗവൺമെൻറ് വരെയുള്ള ഗവൺമെൻറ്റുകളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ 2016 പിണറായി വിജയൻ്റെ ഒന്നാം ഗവൺമെൻറ്റും ഈ രണ്ടാം ഗവൺമെൻറ്റുമാണ് സർ കേരളത്തിലെ ആരാധനാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ സംസ്ഥാന ഖജനാവിൽ നിന്ന് ചെയ്തത്. സർ, എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും സർ, ക്ഷേത്രങ്ങളുടെ ഭണ്ഡാരങ്ങളിൽ വന്നു വീഴുന്നതായിട്ടുള്ള, ക്ഷേത്രങ്ങൾ വിശ്വാസികൾ അർപ്പിക്കുന്നതായിട്ടുള്ള നയാ പൈസ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നില്ല. എന്നാൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ നിന്നും കോടിക്കണക്കിന് രൂപയാണ് സർ നമ്മുടെ സംസ്ഥാനത്തിലെ ക്ഷേത്രങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്നത്.
ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഉത്സവ ആവശ്യങ്ങളായിരുന്നാലും അതുപോലുള്ള മറ്റു കാര്യങ്ങൾക്കും ചെലവഴിക്കുന്നുണ്ടായിരുന്നു. സർ, 1ഉം 2ഉം പിണറായി ഗവൺമെൻറ്റുകൾ നമ്മുടെ സംസ്ഥാനത്ത് ആരാധനാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഏതാണ്ട് 500ഓളം കോടി രൂപയാണ് സർ ചെലവഴിച്ചിട്ടുള്ളത്. മറ്റൊരു ഗവൺമെൻറ്റും ചെയ്യാത്തൊരു കാര്യമാണ് വിശ്വാസി സമൂഹത്തിന് വേണ്ടിയിട്ട് 1ഉം 2ഉം പിണറായി ഗവൺമെൻറ്റുകൾ ചെയ്തിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം ഈ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സർ, എൻ്റെ മണ്ഡലത്തിൽ ഒരു ഇടത്താവളത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് തീയതി കണ്ടിരിക്കുകയാണ്. 10 കോടി രൂപയാണ് സർ സംസ്ഥാന ഗവൺമെൻറ് ചെലവഴിച്ച്. മുഖ്യമന്ത്രിയുടെ സ്വപ്ന പദ്ധതിയാണ് 10 ഇടത്താവളങ്ങൾ കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ സ്ഥാപിക്കുക എന്ന് പറയുന്നത്. അതിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ കഴക്കൂട്ടം മഹാദേവർ ക്ഷേത്രത്തിൽ നിർമ്മിച്ച 10 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഇടത്താവളത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് സമയമായിരിക്കുകയാണ്. സർ, ആ രൂപത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇടത്താവളങ്ങളടക്കം നമ്മുടെ സംസ്ഥാനത്ത് അമ്പലങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും, സർ, വെട്ടുകാട് മാതൃദേ ദേവാലയമായിരുന്നാലും ഭീമാവളിയിലെ വിശ്വോത്തരമായിട്ടുള്ള മുസ്ലിം ദേവാലയമായിരുന്നാലും അവിടെയെല്ലാം തന്നെ സർ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നോട്ടമെത്തിയിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് അവർക്ക് സഹായം നൽകിയിട്ടുണ്ട്. ഇതാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും നിലപാടെന്നിരിക്കെ സർ, കള്ളനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ഗവൺമെൻറ് നടത്തുമ്പോൾ അതും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിന് വിധേയമായി അവർ നിയമിച്ചതായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പ്രത്യേക സംഘം ശബരിമലയിൽ നടന്ന തട്ടിപ്പിനെ സംബന്ധിച്ചും കൊള്ളയെ സംബന്ധിച്ചും മോഷണത്തെ സംബന്ധിച്ചും എല്ലാം തന്നെ വിശദമായിട്ടുള്ള പരിശോധന നടത്തുമ്പോൾ യഥാർത്ഥ കുറ്റവാളികളെ പിടിക്കുമെന്നുള്ള ഘട്ടത്തിൽ ഇന്ന് ചിലർ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. യഥാർത്ഥ കുറ്റവാളികൾ ചില ആളുകളെല്ലാം തന്നെ കോൺഗ്രസിൻ്റെ അന്നത്തെ സംഘടനാ നേതാക്കന്മാർ അവരെല്ലാം ജയിലിലാവുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് സർ അത്തരം കുറ്റവാളികളെ, ഈ കൊള്ള നടത്തിയ കുറ്റവാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പുകമറ പരത്തുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത്. ഇക്കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ സർ? സർ, അങ്ങിവിടെ സൂചിപ്പിച്ചത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് എന്തോ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള നിലയിലാണ്. സർ, ഈ ആഗോള അയ്യപ്പ സംഗമം നടന്നതിന് ശേഷം യഥാർത്ഥത്തിൽ LDF ഗവൺമെൻറ് ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനത്തിന് എല്ലാവിധ സഹായങ്ങളും നൽകിയത് ശബരിമലയുടെ ഖ്യാതി വർദ്ധിപ്പിക്കണം എന്ന നിലയിലാണ്. ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ ശബരിമലയ്ക്ക് വരണം എന്ന നിലയിലാണ്. ഈ ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞതോടുകൂടി ഇടതുപക്ഷ ഗവൺമെൻറ്റിന് അനുകൂലമായ ഒരു നില നാട്ടിൽ വന്നു. അപ്പോൾ അതിനെ തകർക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇന്ന് UDFനുണ്ട്. പ്രതിപക്ഷ നേതാവ് എപ്പോഴും പറയുന്നത് അടുത്ത കാലങ്ങളിലായിട്ട് സ്വപ്നങ്ങളിൽ കാണുകയും പിന്നീട് അത് പുറത്തു പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ, 100 സീറ്റുമായിട്ട് ഞാൻ തിരിച്ചു വരും, 100 സീറ്റുമായിട്ട് ഞാൻ തിരിച്ചു വരും, വന്നില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പത്രസമ്മേളനങ്ങൾ നടത്തുമ്പോൾ വല്ലാണ്ട് പ്രതികരിക്കുകയാണ്. എന്താണ് പറയുന്നതെന്നതിനെ സംബന്ധിച്ച് അറിയാതെ പ്രതികരിക്കുകയാണ്. അതാണ് അങ്ങിവിടെ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം. സാർ, ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഞാൻ ഈ ശബരിമലയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് UDFനെയും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെയും ഒന്നും കുത്തി നോവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അത് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. കാരണം അവർ തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. ഒരു മുൻ മന്ത്രി തിരുവനന്തപുരത്തുകാരനാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുജൻ അവിടെ നടത്തിയിട്ടുള്ള അഴിമതിയെ സംബന്ധിച്ച് വിജിലൻസ് കണ്ടുപിടിച്ച കാര്യം നമുക്കറിയാം. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളിലേക്ക് പോകുന്നില്ല. ശബരിമലയിൽ എന്തെങ്കിലും കട്ടിട്ടുണ്ടെങ്കിൽ, ശബരിമലയിൽ എന്തെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് അപ്പുറത്തിരിക്കുന്ന ആളുകളുടെ സഹായത്തോടു കൂടിയിട്ടാണ് നടന്നിട്ടുള്ളത് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു സന്ദർഭമാണുള്ളത്. യാതൊരു സംശയവുമില്ല. ഇദ്ദേഹത്തിന് പെൻഷൻ കിട്ടാൻ സാധ്യതയില്ല. ഇദ്ദേഹത്തിൻ്റെ അനുജൻ്റെ പെൻഷൻ പോലും തടഞ്ഞു വച്ചിരിക്കുകയാണ്. അതാണ് സാഹചര്യം. അപ്പോൾ എന്നെ കണ്ടാൽ കിണ്ണം കെട്ടവനെന്ന് തോന്നുമോ, അല്ലെങ്കിൽ എന്ന് തോന്നുമോ എന്ന അർത്ഥത്തിലാണ് ഇവർ ഈ കോലാഹലങ്ങൾ മുഴുവൻ നടത്തുന്നത്. ഞാൻ ഈ ഉണ്ണിപ്പോറ്റിയുടെ കാര്യം പറഞ്ഞല്ലോ.
ഉണ്ണിപ്പോറ്റിക്ക് ഇവിടെയുള്ള നേതാക്കന്മാരുമായിട്ട് മാത്രമല്ല ബന്ധം, അങ്ങ് ഡൽഹിയിലും ബന്ധമുണ്ട് ഉണ്ണിപ്പോറ്റിക്ക്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു പടം വന്നു, ഞാൻ അതെടുത്ത് വെച്ചു. സഭയിൽ ചോദിച്ചാൽ കാണിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൽ എടുത്തു വെച്ചു. സോണിയാഗാന്ധിയുടെ അടുത്ത് നിന്ന് സോണിയാഗാന്ധിക്ക് ഒരു ഉപഹാരം നൽകുകയാണ് ഈ ഉണ്ണിപ്പോറ്റി. അപ്പോൾ ബന്ധം എവിടം വരെയാണെന്നുള്ളത് അറിയാമല്ലോ. വരാൻ പോണ നാളുകളിൽ വേണ്ടപ്പെട്ടവരെല്ലാം ഇതിനകത്ത് പെടും എന്നുള്ളത് കണ്ടപ്പോൾ, എന്നാൽ അത് പബ്ലിക്കിൻ്റെ മുമ്പിൽ അല്ല പൊതുജനങ്ങളുടെ മുമ്പിൽ ഒരു പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരു പ്രചരണമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സർ, ഇന്നത്തെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സ്പീക്കറും മന്ത്രിമാരുമെല്ലാം പറഞ്ഞു, തള്ളിക്കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നേരിട്ട് കാണാൻ പറ്റുന്നൊരു രംഗമുണ്ടായിരുന്നു. ഒരു നിയമസഭാ അംഗം 8-10 പുരുഷ വാച്ച് ആൻഡ് വാർഡ് നിൽക്കുന്നിടത്ത് അതിനിടയിൽ ഒരേ ഒരു വനിതാ വാച്ച് ആൻഡ് വാർഡാണ് ഉണ്ടായിരുന്നത്. തള്ളണമെങ്കിൽ ആണത്വമുള്ള നിയമസഭാ അംഗമാണ് അദ്ദേഹമെങ്കിൽ വേണ്ട, ആണത്വം വേണ്ട, ശരി, അല്ല ഞാൻ പറയുന്നത് അങ്ങനെ ഒരു അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ പുരുഷൻ തൻ്റെ ഇടമുള്ളതാക്കാം, ശരി, തൻ്റെ ഇടമുള്ളതാക്കി തിരുത്തുകയാണ്. അപ്പോൾ തൻ്റെ ഇടമുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ആരോഗ്യമുള്ള ആളാണ്, പ്രതികരിക്കാൻ ശേഷിയുള്ള ആളാണെങ്കിൽ അവിടെ നിന്ന് പുരുഷ വാച്ച് ആൻഡ് വാർഡിനെ തള്ളണമായിരുന്നു. ആ പുരുഷ വോളണ്ടിയർമാരുടെ മധ്യത്ത് നിന്ന വനിതാ വോളണ്ടിയറെ ചെന്ന് തള്ളുകയാണ്. എങ്ങനെ ഇരിക്കുന്നത്? നിങ്ങൾ നാളെ യഥാർത്ഥത്തിൽ ഇവിടുത്തെ വിഷ്വൽസ് എടുത്ത് പരിശോധിച്ചാൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ വനിതാ വാച്ച് ആൻഡ് വാർഡിനെ ചെന്ന് തള്ളി അമർത്തുകയാണ്. എന്ത് തോന്നിയാസമാണ് കാണിക്കുന്നത്? എന്ത് മോശത്തരമാണ് കാണിക്കുന്നത്? എന്താണ് അതിന്റെ ഉദ്ദേശം? പിന്നെ അവിടെ നിന്ന് മുഖ്യമന്ത്രിയുടെ നേരെ തിരിയുക, വർത്തമാനം പറയുക, ആക്രോശം നടത്തുക. ഇവിടെ ആക്രോശവും വർത്തമാനവും നടത്തിയ ഇവിടെ പിന്നെ ഇപ്പൊ മുട്ടിലെഴുകയാണ്. ഈ പറയുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിച്ചോളണം. കേരളത്തിലെ ജനത എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിടുപണി ചെയ്യുന്നവരല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും അവസാനിപ്പിക്കാം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിമാരെയും നന്നായിട്ട് അറിയാം. നിങ്ങളുടെ കാലത്തുപോലെ അഴിമതി അന്വേഷണം നേരിടുകയും എന്നെ ഒന്ന് ഒഴിവാക്കി തരണേ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ ചെന്ന് യാചിക്കുകയും ചെയ്യുന്നവരല്ല കേരളത്തിലെ മുഖ്യമന്ത്രിയും ഗവൺമെന്റും അതിലെ മന്ത്രിമാരും. അതുകൊണ്ട് നിങ്ങൾക്ക് ഉമ്മാക്കി കാണിച്ചൊന്നും പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ജനം ഇതെല്ലാം കാണുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ നേരെ വിരൽ ചൂണ്ടുന്നതും അസഭ്യം പറയുന്നതും വനിതാ വാച്ച് ആൻഡ് വാർഡിന്റെ മുമ്പിലേക്ക് ഇടിച്ചു കയറുന്നതും തൊട്ടു മുമ്പിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് നമ്മുടെ തലയിൽ നിന്ന് വേറൊരു രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടി പിന്നെ നേരത്തെ ഒരു ബുദ്ധിമുട്ട് വന്ന ഒരു വനിതാ സാമാജികയെ കൊണ്ട് മുമ്പിൽ നിർത്തുന്നതും എല്ലാം ജനം കാണുന്നുണ്ട്. ഇത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുമെന്നാണ് എനിക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഞാൻ അല്പം ദീർഘിപ്പിച്ചു പോയി, ഇടപെടലും കൂടി വന്നപ്പോൾ അല്പം ദീർഘിപ്പിച്ചു പോയി. ഈ ഭേദഗതി പിന്നെ നമുക്ക് ഭാവിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് ഗുണകരമാകും എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. മീഡിയാസിനോട് വളരെ മോശമായിട്ട് ഇങ്ങനെ പറഞ്ഞതിൻ്റെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു നില എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് സാർ. അത് പറഞ്ഞ കൂട്ടത്തിൽ വിശദീകരണം പറഞ്ഞ കൂട്ടത്തിൽ ഒരു അൺപാർലമെൻ്ററി എന്ന് നമ്മൾ കരുതുന്നതായിട്ടുള്ള ആണത്തം എന്ന് പറയുന്ന ഒരു വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഒരു അൺപാർലമെൻ്ററി ആണ്, അത് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സാർ. അത് സഭാ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാം. ശ്രീ പ്രഭാകരന് സബ്ജക്റ്റ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 കേരള പഞ്ചായത്ത് രാജ് ഭേദഗതി ബിൽ പൊതുജനാഭിപ്രായം നേടുന്നതിനായി സർക്കുലേറ്റ് ചെയ്യണമെന്ന 1A നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. സർ, ഞാൻ ഈ ഭേദഗതികളെ പിന്താങ്ങുന്നു. ഒരു കാലത്ത് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും വഴിയില്ലാതിരുന്ന പഞ്ചായത്തുകളെ ഇന്ന് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ശേഷിയിലേക്ക് ഉയർത്തുന്ന ബഹുമുഖമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ പഞ്ചായത്ത് മന്ത്രിയും അതുപോലെ തന്നെ ഗവൺമെൻറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ധാരാളം പ്ലാൻ ഫണ്ട് കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ഇവിടെ ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ടല്ലാതെ തന്നെ
പഞ്ചായത്തുകളുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ പരിണിതഫലം പഞ്ചായത്തുകളിൽ കാണാനും തുടങ്ങിയിട്ടുണ്ട്. ജനോപകാരപ്രദമായിട്ടുള്ള എല്ലാ നടപടികളും, വേണമെങ്കിൽ ഒരു വിശേഷണം കൊടുക്കുകയാണെങ്കിൽ സൂര്യന് താഴെയുള്ള എല്ലാ പ്രവൃത്തികളും ഇപ്പോൾ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലൂടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്ലാൻ ഫണ്ട് കൊടുക്കുന്നതിന് പുറമെ ഒരു കാര്യം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള ഈ കെട്ടിട നികുതി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടപ്പാക്കി. ആ പദ്ധതി നടപ്പാക്കിയതിൻ്റെ പേരിൽ പഞ്ചായത്തുകൾക്ക് 58 പഞ്ചായത്തുകൾക്കല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 58.16 കോടി രൂപ അവർക്ക് പുതുതായി വരുമാനമുണ്ടായി എന്ന് മാത്രമല്ല, ജനങ്ങൾക്കാണെങ്കിൽ 5 കോടി ഉറുപ്പികയുടെ ലാഭവും ഉണ്ടായി. ആ രീതിയിൽ വല്ലാതെ ബാധിക്കാത്ത രീതിയിൽ തന്നെ പഞ്ചായത്തുകളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ വികസനങ്ങൾ പഞ്ചായത്തിൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ മലയാളിക്ക് ഓണം ആഘോഷിക്കുന്ന കാര്യത്തിൽ പഞ്ചായത്തുകൾ ഏർപ്പെടുത്തിയിട്ടുള്ള കുടുംബശ്രീക്കാരുടെ പച്ചക്കറികൾ, പഴങ്ങൾ, പൂക്കൾ, മറ്റ് ഭക്ഷ്യോൽപാദനങ്ങളൊക്കെ വിതരണം നടത്തിയതിൻ്റെ പേരിൽ 30 കോടി ഉറുപ്പികയുടെ വിറ്റുവരവുണ്ടാക്കാനുള്ള സൗകര്യം പഞ്ചായത്ത് സംവിധാനം ഏർപ്പെടുത്തി. ഇത് ലക്ഷക്കണക്കിന് കുടുംബശ്രീ സംരംഭകർക്കും മറ്റിതര ജനവിഭാഗങ്ങൾക്കും ഇതിൻ്റെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, സംസ്ഥാനത്തെ കൂടുതൽ വ്യവസായ സൗഹൃദമാക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് രാജ് ചട്ടങ്ങളിൽ തന്നെ കൂടുതൽ വ്യവസ്ഥകൾ ജനസൗഹൃദമാക്കി പരിഷ്കരിച്ചതും ഏറെ സഹായകമായി പുതിയ സംരംഭകർക്ക് അത് വഴിയൊരുക്കുന്ന സഹായമാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യത്തെ സംസ്ഥാനം കേരളമായി എന്നുള്ളത് നമുക്കൊക്കെ അഭിനന്ദിക്കാൻ വക നൽകുന്നതാണ് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഒരിക്കലും നടപ്പാകില്ലെന്ന് കരുതിയിട്ടുള്ള ഏറെ ദുർഘടം പിടിച്ച ഒന്നായിരുന്നു മാലിന്യമുക്ത കേരളം. ഒരു പരിധിവരെ അത് വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, അതൊരു തുടർ പ്രക്രിയയിലൂടെ മാത്രമേ നമുക്കത് വിജയിപ്പിക്കാൻ കഴിയൂ. തീർച്ചയായും അവിടെ അതിലും ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ നമ്മുടെ പഞ്ചായത്തുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. സർ സർ, മാലിന്യമുക്ത കേരളം നമ്മുടെ എല്ലാ അഭിമാനത്തിൻ്റെ പരകോടിയിലെത്തി നിൽക്കുന്നതാണ്. അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഏറ്റവും ഉദാത്തമായ പ്രവർത്തനത്തിൻ്റെ മകുടോദാഹരണമായി നമുക്കിത് പറയാൻ വേണ്ടി കഴിയും. ഞാൻ ഇതിൽ താങ്കളുടെ ശ്രദ്ധയിൽ ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സെഗ്രിഗേഷൻ നടത്തുന്നു, റീസൈക്കിൾ ചെയ്യുന്നു, അതെല്ലാം തന്നെ നമ്മൾ മറ്റൊരു പ്രോഡക്റ്റാക്കി മാറ്റി അതിനെ ഇൻസെൻറ്റീവ് കൊടുക്കുന്നു സ്ഥാപനങ്ങളെല്ലാം വരികയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ഇത് കേൾക്കുന്നുണ്ടാവും തോന്നുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പാതയോരങ്ങൾ, സർ, പാതയോരങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു, നമ്മൾ അത് നിവാരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വ്യാപകമായ പ്രചാര പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അതേസമയം മാലിന്യം എന്ന നിലയിൽ മാത്രമല്ല, പാതയോരങ്ങൾ, അത് ഹൈവേ ആയിക്കോട്ടെ, സാധാരണ ആയിക്കോട്ടെ, ഒക്കെ അല്ല, ആ പ്രദേശങ്ങളൊക്കെ ഒരു മിനിറ്റ് പറഞ്ഞു കഴിഞ്ഞില്ല, നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് മതിലിന് അപ്പുറത്ത് റോഡിൻ്റെ ടാറിട്ട റോഡിൻ്റെ സൈഡിലൂടെ എത്ര വലിയ വീടാണെന്നുണ്ടെങ്കിലും അവിടെ പിന്നെ പുല്ല് മുളച്ചിട്ടായാലും മറ്റേതെങ്കിലും തരത്തിൽ അത് പൊതുജനങ്ങൾ ശ്രദ്ധിക്കുന്നതേയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ റോഡിൻ്റെ ഗതാഗത സംവിധാനത്തിൽ പോകുമ്പോഴും നല്ല മനോഹരമായ വീടാണെങ്കിലും മതിലിന് പുറത്ത് അത് പഞ്ചായത്തായിക്കൊള്ളട്ടെ എന്നൊരു നിലപാട് സ്വീകരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്, ബഹുജനങ്ങൾക്കിടയിൽ ഈ അവനവൻ്റെ വീടിൻ്റെ മുൻവശത്തുള്ള ഈ കാട്ടുചെടികളായാലും പുല്ലുകളായാലും സമയാസമയങ്ങൾ വെട്ടി നിരത്തി മനോഹരമാക്കാനുള്ള ഒരു രീതി, ഇത് മാലിന്യ സംസ്കരണത്തിന് മറ്റൊരു രീതി കൂടിയാണ്. സർ, ഞാൻ ഇപ്പോൾ ഓസ്ട്രേലിയ സന്ദർശിച്ച സമയത്ത് അവിടെ കാണാൻ കഴിഞ്ഞൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, അവനവൻ്റെ വീടിൻ്റെ മുൻവശത്തുള്ള പുല്ലുകൾ അവനവനെ വെട്ടി മാറ്റണം. അത് നിർബന്ധമാണ്. അവിടുത്തെ അതൊക്കെ വഴിയാ കൗൺസിലർ ഉൾപ്പെടെ നിർബന്ധപൂർവം അവർക്ക്, അല്ലെങ്കിൽ പെനാൽറ്റിയാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ വീടിൻ്റെ മുൻവശത്തുള്ള മാലിന്യങ്ങൾ, അല്ലെങ്കിൽ പുല്ലുകൾ, അല്ലെങ്കിൽ ഉയർന്നു വരുന്ന പല മാലിന്യങ്ങൾ, ഇതെല്ലാം കൃത്യമായി വെട്ടി നിരത്തി വൃത്തിയാക്കാനുള്ളൊരു അവബോധം പൊതുസമൂഹത്തിന് കൊടുക്കാൻ മാലിന്യ സംസ്കരണ രംഗത്തുകൂടെ നമുക്ക് ശ്രമിച്ചുകൂടെ എന്നാണ് എനിക്ക്. നല്ല സംഭവം. ഒരു മിനിറ്റ് ഒന്ന് കൂട്ടിച്ചേർക്കാൻ പറ്റുമെങ്കിൽ, ഇപ്പോൾ ബില്ല് ചർച്ച ചെയ്തുകൊണ്ട് ഒന്ന് കൂട്ടിച്ചേർക്കാൻ. അതായത് ഇപ്പോൾ മാലിന്യമുക്തം നവകേരളം എന്നത് ഏറ്റവും ലോകശ്രദ്ധ പിടിച്ചു പറ്റാൻ പോകുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിലൊന്ന് കൂട്ടിച്ചേർക്കാൻ പറ്റുമോ എന്നതാണ് എൻ്റെ സംശയം. ആലോചന നടത്തണം എന്ന് അഭിപ്രായപ്പെടുകയാണ്. കാരണം രാഷ്ട്രീയ കേരളത്തിലെ മാലിന്യത്തെ നമുക്ക് മാറ്റാൻ
ഒരാഹ്വാനം ഗവൺമെൻറ് നടത്തിയാൽ ഈ കേരളത്തിലെ 90% വരുന്ന ജനാധിപത്യ മതനിരപേക്ഷ വിശ്വാസികളും സ്വയം ഹരിതകർമ്മ സേനാംഗങ്ങളായി മാറി ഈ രാഷ്ട്രീയ കേരളത്തിലെ മാലിന്യമായി ഇന്ന് പരിണമിച്ചിട്ടുള്ള നമ്മുടെ ഈ കേരള നിയമസഭയിലെ പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനത്തെ തൂത്തെറിയാൻ സാധ്യതയുണ്ട്. അതിന് എന്തെങ്കിലും വ്യവസ്ഥ ഈ തദ്ദേശ വകുപ്പിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നതാണ് എൻ്റെ സംശയം. സർ, ഈ ആദ്യം പറഞ്ഞ കാര്യം നമുക്കൊക്കെ അനുകരിക്കാവുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വസ്തുത ശരിക്കും ബോധ്യപ്പെടാത്തത് കൊണ്ടാണ് പ്രസിഡന്റ് ഇത് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്തിന് എന്തായാലും ഇനി അടുത്ത ഭരണം കിട്ടാൻ പോകുന്നില്ല എന്ന ഒരു വിഭ്രാന്തി അവരുടെ തലയിൽ കയറിയിട്ടുണ്ട്. സത്യത്തിൽ ഊണും ഉറക്കമൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ട് അധികാരത്തിൽ വരാൻ പറ്റുമോ എന്നതാണ് അവർ ശ്രമിക്കുന്നത്. എനിക്ക് പറയാനുള്ളതൊരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ പ്രതിനിധീകരിക്കുന്ന മണ്ഡലം മലമ്പുഴയാണ്. 3 തവണ ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ബഹുമാന്യനായ യശശരീരനായ സഖാവ് ശിവദാസ മേനോൻ ഇടയ്ക്ക് ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ പൊതുയോഗത്തിൽ ഒരു കാര്യം പറയും. അത് ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പെട്ടി ഒരു ഭാഗത്ത് കൈ, ഒരു ഭാഗത്ത് ചുറ്റിയാരുവാൾ നക്ഷത്രം, ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ, ശബരിമല വയ്ക്ക്. അവിടെ നമുക്ക് വോട്ടെടുപ്പ് നടത്താം. എന്നിട്ട് ആർക്ക് വോട്ട് കിട്ടുന്നത് നോക്കിയിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് ബഹുമാനപ്പെട്ട ശിവദാസ മേനോൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് വീഴുന്നത് ഇടതുപക്ഷത്തിലായിരിക്കും എന്ന് അദ്ദേഹം ഇടതുപക്ഷവും വലതുപക്ഷവും അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണ് എനിക്ക് അവരെ ഓർമ്മപ്പെടുത്താനുള്ളത്. സത്യത്തിൽ അവർക്ക് വട്ടിളകിയിരിക്കുകയാണ്. അപ്പോൾ ചില മാധ്യമങ്ങളാകട്ടെ അവരെ വല്ലാത്ത രീതിയിൽ പിന്തുണയ്ക്കുന്നുണ്ട്. അവരുടെ ധാരണ മാധ്യമങ്ങളുടെ ഈ പ്രചരണത്തിൻ്റെ മായാവലയത്തിൽ കുടുങ്ങി ജനങ്ങളാകെ വട്ടത്തിലാകും എന്നാണ് ഇപ്പോൾ അവർ കരുതി വച്ചിട്ടുള്ളത്. അത് നിങ്ങളെ വട്ടത്തിലാക്കാനാണ് ഈ മാധ്യമങ്ങൾ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങളെ തകർക്കലാണ് ചെയ്യുന്നത്. എന്താ ഇന്നത്തെ തലക്കെട്ട് ഒരു പത്രത്തിൻ്റെ? അപ്പോൾ ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. എന്തായാലും വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ് ഈ കേരളത്തിലെ സ്ഥിതി, രാഷ്ട്രീയ സ്ഥിതി പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ ആ പ്രതിപക്ഷത്തിൻ്റെ തന്നെയാണ് രാഷ്ട്രീയ, ഞാൻ പറയണത് അതല്ലേ. യെസ്, കേരളത്തിൻ്റെ സ്ഥിതി അതൊരു പ്രശ്നത്തിലാക്കുകയല്ലേ. ഇപ്പോൾ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട് നിയാമകമായ രീതിയിൽ ഇവിടെ ഉന്നയിക്കേണ്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ മോശമായ രീതിയിലുള്ള കാര്യങ്ങൾ, ഞാൻ പറയുന്നില്ല, നീചമായ രീതിയിലുള്ള കാര്യങ്ങൾ. ഞാൻ ആദ്യമായിട്ട് നിയമസഭയിൽ വരികയാണ്. ഇത് ആദ്യത്തെ പ്രാവശ്യമാണ്. ഇങ്ങനെയൊക്കെയാണ് നിങ്ങളിപ്പോൾ സ്പീക്കർ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു കുട്ടികളൊക്കെ വേദിയിലിരിക്കുകയാണ്, ഇത് മോശമായ ഒരു ചിത്രമാണ് അവരുടെ മനസ്സിലുണ്ടാകുക എന്ന് പറഞ്ഞതുപോലെ എനിക്കിടക്കം തോന്നിപ്പോയി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക്. അപ്പോൾ സത്യത്തിൽ ഭരണം നഷ്ടപ്പെടും, എന്തായാലും 10 കൊല്ലം പുറത്തിരുന്നു, ഇനിയും പുറത്തിരിക്കേണ്ടി വരും എന്ന രീതിയിൽ കാണിച്ചിട്ടുള്ള ആ വിഭ്രാന്തിയും ഭ്രാന്തും ഉണ്ടല്ലോ, അതാണ് അവർ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എനിക്കിതിൽ ഈ ബില്ലുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ സൂചിപ്പിച്ച കാര്യം തന്നെ ഞാൻ നേരത്തെ തന്നെ ഞാൻ ഇവിടെ സഭയിൽ ഉന്നയിച്ചതാണ്. പഞ്ചായത്തുകളുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനം നമുക്കിപ്പോൾ ഏത് പരിപാടി വിജയിക്കുകയാണെങ്കിലും രാജ്യത്ത് പ്രചരണം അത്യന്താപേക്ഷിതമാണ്. സ്വാഭാവികമായും ബോർഡുകളും പോസ്റ്ററുകളൊക്കെ സ്ഥാപിക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു ഒരു ഗ്രാമപഞ്ചായത്തിൽ ഒരു 100 സ്ഥലങ്ങളെങ്കിലും നമ്മൾ കണ്ടെത്തുക. ആ കണ്ടെത്തുന്ന പ്രദേശങ്ങളിൽ അവിടെ അത് സ്ഥാപിക്കാൻ, അത് പ്രചരണം നടത്താൻ മുൻകൂട്ടി പഞ്ചായത്തിൻ്റെ അനുവാദം വാങ്ങി വയ്ക്കുന്നതിന് ഒരു ഫീസ് ഈടാക്കുക. മുനിസിപ്പാലിറ്റിയിൽ ഒരു മിനിമം ഒരു 500 സ്ഥലങ്ങളെങ്കിലും കണ്ടെത്താൻ കഴിയും, ഒരു ടെസ്റ്റ് കേസ് എന്ന രീതിയിൽ. അത് കഴിഞ്ഞ് കോർപ്പറേഷനിൽ ഒരു 1000. അങ്ങനെ എന്തായാലും പ്രചരണമില്ലാതെ, പ്രചരണം വേണ്ടാന്നൊന്നും കോടതി തീരുമാനിച്ചാലും നടക്കാത്തൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എല്ലാറ്റിനും പ്രചരണം ആവശ്യമാണ്. അപ്പം നിയമപരമായ ഒരു പരിരക്ഷ അതിൽ ഉണ്ടാക്കിയെടുക്കുകയും മറ്റ് പല പ്രദേശത്തും അനാവശ്യമായി ഇത്തരം ബോർഡുകളും മറ്റുമൊക്കെ സ്ഥാപിച്ചുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയിൽ നിന്നും മാറ്റിയെടുക്കാൻ അത്തരമൊരു പ്രവർത്തനം കൂടി നടത്തിയാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബോർഡുകൾക്കൊക്കെ ഫീസ് ഈടാക്കി പഞ്ചായത്തിൻ്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കാം എന്ന് പറയുമ്പോൾ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണ പരിപാടികൾക്ക് കൂടെ അത് ബാധകമാക്കണം എന്നാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? അതും വേണമല്ലോ. രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾ വിജയിപ്പിക്കണമെങ്കിൽ പരസ്യം ആവശ്യമല്ലേ, അതുകൂടി ഉൾപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും
രാഷ്ട്രീയ പാർട്ടികൾക്ക് കുറച്ച് കൊടുക്കണമെന്നുള്ളതൊക്കെ അത് ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിക്കുമ്പോൾ പറയേണ്ട കാര്യമാണ്. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായും ഈ പഞ്ചായത്തുകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ഇത്രയധികം, ഞാനൊരു പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. ഞാൻ ഈ ഡയറക്ടർ ഓഫീസിലും മന്ത്രി ഓഫീസിലും കയറി ഇറങ്ങി വല്ല ഗ്രാൻഡ് കിട്ടുമോ പറഞ്ഞ് നക്കാപ്പിച്ച് കിട്ടാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയാണ് ഞാൻ ഈ തിരുവനന്തപുരത്ത് പണ്ട് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് അതല്ല. ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റും ഇവിടെ വരണ്ട, ഒരു പഞ്ചായത്ത് ജീവനക്കാരനും വരണ്ട. അത് അവിടെ എത്തുന്ന രീതിയിൽ സൗകര്യം ഏർപ്പെടുത്തി കൊടുത്ത ഈ മന്ത്രിയെയും അതുപോലെ തന്നെ ഗവൺമെൻറ്റിനെയും അനുമോദിച്ചുകൊണ്ട് ഞാൻ ഈ ഭേദഗതികൾ പിന്താങ്ങുന്നു. ശ്രീ ജി സ്റ്റീഫന് സബ്ജക്റ്റ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 കേരള പഞ്ചായത്ത് രാജ് ഭേദഗതി ബിൽ വീണ്ടും അതേ സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന 2B നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. സാർ, സബ്ജക്റ്റ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 കേരള പഞ്ചായത്ത് രാജ് ഭേദഗതി ബില്ലിനുള്ള A, B എന്നീ ഭേദഗതികൾ ഈ ബില്ലിൻ്റെ സമ്പുഷ്ടമായിട്ടുള്ള പ്രവർത്തനത്തിന് അനിവാര്യമാണ് എന്ന് ഞാൻ കരുതുകയാണ്. സാർ, സുപ്രധാനമായ ഭേദഗതികളാണ് പഞ്ചായത്ത് രാജ് നിയമത്തിൽ ഈ സർക്കാർ വരുത്താൻ ഉദ്ദേശിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗക്കാരുടെ എണ്ണം തുല്യമാണെങ്കിൽ സംവരണത്തിൽ ഉറപ്പാക്കേണ്ട വ്യവസ്ഥകളാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. ഇതിനായി ആക്ടിൽ പുതിയ ഭേദഗതി മുന്നോട്ട് വച്ചിരിക്കുകയാണ്. വസ്തുനികുതി സംബന്ധിച്ചും അപായകരമായ വൃക്ഷങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിനും പുതിയ വ്യവസ്ഥകൾ ഈ ബില്ലിൽ ഉൾപ്പെടുത്തുന്നത് അക്ഷരാർത്ഥത്തിൽ അധികാര വികേന്ദ്രീകരണ പ്രവർത്തനത്തിന് ഊർജം പകരുന്ന ഭേദഗതികളാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് മുന്നോട്ട് വച്ചിട്ടുള്ളത്. സാർ, 73-74 ഭരണഘടനാ ഭേദഗതികൾ രാജ്യത്തിൻ്റെ അധികാര വികേന്ദ്രീകരണത്തിലെ സുപ്രധാനപ്പെട്ട ഭേദഗതികളായിരുന്നു. ആ ഭേദഗതികളുടെ അടിസ്ഥാനത്തിലാണ് 1994 ആദ്യത്തെ കേരള പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വരുന്നത്. ആ നിയമത്തിന് പല ഘട്ടങ്ങളിൽ ഭേദഗതികൾ വന്നിട്ടുണ്ട്. ആ ഭേദഗതികളെല്ലാം കേരളത്തിൽ അധികാരത്തിലിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റുകളാണ് സുപ്രധാനപ്പെട്ട പല ഭേദഗതികളും മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അധികാര വികേന്ദ്രീകരണ പ്രവർത്തനവും വികേന്ദ്രീകൃത ആസൂത്രണവും ഇന്ത്യ രാജ്യത്ത് ഏറ്റവും മാതൃകാപരമായി നടത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതിൻ്റെ ഭാഗമായി സാധാരണ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന ഒരു സമിതിയായി കേരളത്തിലെ 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. മാത്രമല്ല, കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും കളക്ടറേറ്റിൻ്റെയും എല്ലാം ഭാഗമായിരുന്ന അധികാരങ്ങൾ താഴെത്തട്ടിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുകയും ആ അധികാരം വിനിയോഗിക്കുന്നതിന് വേണ്ടി പദ്ധതി വിഹിതത്തിൻ്റെ 28% മുതൽ 33% വരെ ബഡ്ജറ്റിൻ്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകാൻ 9ാം പഞ്ചവത്സര പദ്ധതി കാലം മുതൽ നമുക്ക് നിലപാടെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. വികേന്ദ്രീകൃത ആസൂത്രണത്തിന് മഹാനായ EMS നൽകിയ നേതൃത്വം ഇന്നും നമുക്ക് സ്മരണീയമാണ്. 97 9ാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുമ്പോൾ അത് വികേന്ദ്രീകൃത ആസൂത്രണത്തിന് വേണ്ടി വിനിയോഗിച്ചു. അതിൻ്റെ ചലനങ്ങളാണ് ഇന്ന് കേരളത്തിൽ കാണുന്നത്. പഞ്ചായത്തിൻ്റെ അനിവാര്യ ചുമതലകൾ 27 എണ്ണവും പൊതുവായ ചുമതലകൾ 14 എണ്ണവും മേഖലാടിസ്ഥാനത്തിലുള്ള 19 ചുമതലകളും നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള അധികാരം നൽകുകയും ആ അധികാരം വിനിയോഗിക്കുന്നതിന് വേണ്ടിയുള്ള പണം നൽകുകയും ചെയ്യുന്ന സ്ഥിതിയാണ് കേരളത്തിലെ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഫലമായി കേരളത്തിൽ നിന്നിപ്പോൾ 3 ലക്ഷം കിലോമീറ്റർ റോഡുകളാണ് ഉണ്ട് എന്നാണ് കണക്ക്. അതിൽ 2,70,000 കിലോമീറ്റർ റോഡ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതിലൊരു പ്രത്യേകത, 1,75,000 കിലോമീറ്റർ റോഡ് നിർമ്മിക്കാൻ വേണ്ടി കഴിഞ്ഞത് 9ാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷമാണ്. അതായത് ഈ അധികാര വികേന്ദ്രീകരണ പ്രവർത്തനം വികേന്ദ്രീകൃത ആസൂത്രണവും ആരംഭിച്ചതിന് ശേഷമാണ് കേരളത്തിൽ അത്രയേറെ റോഡുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി പുതുതായി കഴിഞ്ഞിട്ടുള്ളത്. ഇത് അധികാര വികേന്ദ്രീകരണ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മുഖമായി നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. എന്നാൽ നമ്മളിന്ന് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം, ഗ്രാമസഭ എന്നുള്ള സംവിധാനം ഭരണഘടനാപരമായിട്ടുള്ള ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിന് ആവശ്യത്തിനുള്ള കോറം തയ്ക്കുന്നതിന് വേണ്ടി ഇന്ന് കഴിയുന്നില്ല. ഒരു ഘട്ടത്തിൽ 9ാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുമ്പോൾ 750 മുതൽ
1500 വരെ ജനങ്ങളാണ് ഒരു ഗ്രാമസഭയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിൽ വലിയ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിന് കാരണം ഗവൺമെൻറ് തന്നെ സീരിയസ് ആയി ഇടപെടേണ്ട കാര്യം. ഉദ്യോഗസ്ഥന്മാർ ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നില്ല, പല ജനപ്രതിനിധികൾ ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നില്ല, രാഷ്ട്രീയ പ്രവർത്തകർ ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നില്ല, സർക്കാർ ആനുകൂല്യം വാങ്ങുന്നവർ ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നില്ല. ഈ ഗ്രാമസഭ എന്ന് പറയുന്ന സംവിധാനം പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വ്യക്തിഗത ആനുകൂല്യങ്ങൾ ആവശ്യമുള്ളവർ മാത്രം പോകേണ്ടുന്ന ഒരു ഇടമായി അത് മാറുന്നോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അധികാര വികേന്ദ്രീകൃത ആസൂത്രണത്തിൻ്റെ ഭാഗമായി ഗ്രാമസഭകളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും നമ്മൾ ഈ ഘട്ടത്തിൽ പ്രത്യേകമായി നടപ്പിലാക്കേണ്ടതുണ്ട്. സർ, കേരളത്തിൻ്റെ വികസനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്ക് വളരെ വലുതാണ് എന്നുള്ള കാര്യം ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട നേതാക്കളെല്ലാം സൂചിപ്പിച്ച കാര്യമാണ്. 90,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഈ കാലയളവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കിഫ്ബി പ്രവർത്തനങ്ങളുണ്ട്, അതേപോലെ തന്നെ മലയോര പാതയുടെ പ്രവർത്തനങ്ങളുണ്ട്, തീരദേശ പാതയുടെ പ്രവർത്തനങ്ങളുണ്ട്, മറ്റ് വികസന പ്രവർത്തനങ്ങളുണ്ട്. അതിൽ സുപ്രധാനപ്പെട്ട ഒരു പങ്ക് ഗ്രാമീണ മേഖലയുടെ വികസനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ കാലയളവിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സർ, അതിദരിദ്രരുള്ള ഒരു സംസ്ഥാനമായിരുന്നു ഈ കേരളം. ഈ രണ്ടാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കുടുംബശ്രീയുടെ സഹായത്തോടുകൂടി അതിദരിദ്രരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഈ രണ്ടാം പിണറായി ഗവൺമെൻറ് ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി 64,006 പേരെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു. അവരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ഒരു കഠിന പ്രയത്നമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ കുടുംബങ്ങൾക്കും ഭക്ഷണവും പാർപ്പിടവും ആരോഗ്യ സൗകര്യവും ഉപജീവനവും ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഈ കാലയളവിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർ, വീടെന്ന സ്വപ്നം ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അന്യമായിരുന്നൊരു കാലഘട്ടമായിരുന്നു. സർ, ലൈഫ് ഭവന പദ്ധതി കേരളത്തിൽ ഒന്നാം പിണറായി ഗവൺമെൻറ് കാലയളവിൽ നടപ്പിലാക്കുകയും ഇപ്പോൾ ഏകദേശം 5,90,000 ആളുകൾക്ക് അതിനുവേണ്ടിയുള്ള പണം നൽകുകയും അതിൽ 4,00,000 ആളുകൾ വീട് പണി പൂർത്തിയാക്കുകയും ബാക്കിയുള്ളവരുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സർ, കേരളത്തിൻ്റെ അധികാര വികേന്ദ്രീകരണ പ്രവർത്തനത്തിൽ സുപ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേരളം സ്മാർട്ടാകുക എന്നുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ തീരുമാനം. സ്മാർട്ട് നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓഫീസുകൾ ജനങ്ങൾ കയറി ഇറങ്ങേണ്ടുന്ന സ്ഥിതി ഇല്ലാതായി. സർ, മുഴുവൻ സേവനങ്ങളും സ്മാർട്ട് വഴി നമുക്ക് ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടായി. വീട് നിർമ്മാണത്തിനുള്ള പെർമിറ്റ് മിനിറ്റുകൾക്കകത്ത് നമുക്ക് നേടാൻ വേണ്ടി കഴിയുന്ന സ്ഥിതി ഉണ്ടായി. ലോകത്തേത് സ്ഥലത്തിരുന്നു കൊണ്ടും വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടി ഇതിലൂടെ കഴിയുന്ന സ്ഥിതി ഉണ്ടായി. നികുതി അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സ്മാർട്ടിൻ്റെ ഭാഗമായി ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള സ്ഥിതി ഉണ്ടായി. സർ, കഴിഞ്ഞ കുറച്ചു കാലമായി നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം ഫയലിൻ്റെ പിറകെ പോവുക എന്നുള്ളതാണ്. ജനങ്ങൾക്ക് ഉദ്യോഗസ്ഥരുടെ ജോലിഭാരം ഞാൻ ഇപ്പോൾ കുറച്ച് സമയമാണ് തുടങ്ങിയിട്ട്. വേറെ ആളുകൾ പ്രസംഗിച്ചോട്ടിരുന്ന ഞാൻ പ്രസംഗിച്ചത് ഈ ജനങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി സർക്കാർ ഓഫീസുകൾ നിരന്തരം കയറി ഇറങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. ഉദ്യോഗസ്ഥരുടെ ജോലിഭാരവും ലഘൂകരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. സാർ, ഇവിടെ പരാമർശിച്ചതുപോലെ മാലിന്യ സംസ്കരണ രംഗത്ത് കേരളം മികച്ച നേട്ടമാണ് സാർ കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ശക്തമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. മട്ടന്നൂർ മാതൃക ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേക വിഭാഗത്തിലെ മിനിസ്റ്റീരിയൽ അവാർഡ് നേടുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ 82 നഗരസഭകളും അതാത് വിഭാഗത്തിൽ ആദ്യത്തെ 1000 റാങ്കിനുള്ളിൽ ഇന്ത്യയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആദ്യമായി കേരളത്തിലെ 23 നഗരങ്ങൾ ഗാർബേജ് ഫ്രീ സിറ്റി സ്റ്റാർ റേറ്റിംഗ് സ്വന്തമാക്കി മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. വെളിയിട വിസർജ്യമുക്തം എന്ന പദവി കേരളത്തിന് നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വികേന്ദ്രീകൃത ആസൂത്രണം രാജ്യത്തിന് മാതൃകയായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പതിറ്റാണ്ടുകളായി മാലിന്യത്തിൻ്റെ പ്രശ്നത്തിൽ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന പ്രശ്നത്തിനാണ്
കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ശക്തമായ നിലപാട് കാരണം നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നത്. 59 ഡം സൈറ്റുകളിൽ 24 മാലിന്യ കൂനകൾ ഇതിനകം നീക്കം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. ഇതിലൂടെ 56 ഏക്കർ 95 സെൻറ്റ് ഭൂമി സർക്കാരിന് വീണ്ടെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ബ്രഹ്മപുരം ഉൾപ്പെടെ 10 കേന്ദ്രങ്ങളുടെ പ്രവൃത്തി അവസാന ഘട്ടത്തിലാണ്. 1034 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. ഗ്രാമീണ മേഖലയിലും നഗരമേഖലയിലെയും മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിൻ്റെ 98% പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. ശാസ്ത്രീയമായി ഹരിതകർമ്മ സേനയെ വിന്യസിക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പെടുത്ത നിലപാടാണ് ഈ നേട്ടങ്ങൾ നമുക്കുണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടായത്. 2025 ജനുവരി മുതൽ ഏപ്രിൽ വരെ അജൈവ മാലിന്യ ശേഖരണം 91,429.61 മെട്രിക് ടണ്ണാണ് സർ. ഇത് ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം എത്രത്തോളം മാതൃകാപരമാണ് എന്ന് സൂചിപ്പിക്കും. 2 മിനിറ്റ് സാർ. സാധാരണ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത അത് പറഞ്ഞു നേടിയ ഈ പ്രധാനപ്പെട്ട നടക്കുമ്പോൾ ആളുകളും വളരെ കുറവാണ് പറയുന്നുള്ളൂ. മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ഇപ്പോൾ പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്ന ആളുകൾ അവരൊരു സമരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഈ നിലവിലുള്ള മാലിന്യ സംസ്കരണ പ്രക്രിയയിൽ 3 ലക്ഷത്തോളം വരുന്ന മാലിന്യ സംസ്കരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ക്രാപ്പ് മർച്ചൻസിനെയും കൂടി ഉൾപ്പെടുത്തണമെന്നുള്ള ഒരു ആവശ്യം വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും നമുക്കറിയാം ഈ മേഖലയിൽ തൊഴിൽ സുരക്ഷയൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന സമയമാണ്. മാത്രമല്ല റീസൈക്ലിംഗ്, ഇപ്പോൾ ഹരിതകർമ്മസേനയ്ക്ക് റീസൈക്കിൾഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഓർഡർ വന്നത് കാരണം ഈ പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്ന ആളുകൾക്ക് തൊഴിലെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അവരെ കൂടി ഇതിൻ്റെ ഭാഗമാക്കി ചേർത്തുകൊണ്ട് അവരുടെ ഉപജീവനം നിലക്കാത്ത രീതിയിൽ തന്നെ അസംഘടിത മേഖലയിലുള്ള പാഴ്വസ്തു ശേഖരിക്കുന്ന വ്യാപാരികൾ അതിൻ്റെ ഫീഡർമാരായിട്ടുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളെ കൂടുതൽ ഊർജ്ജസ്വലമായി കൊണ്ടുപോകുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതിന് അങ്ങയുടെ അഭിപ്രായം. ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച കാര്യം കൂടെ ഈ ബില്ലിൻ്റെ ചർച്ചയുടെ ഭാഗമായി ഉന്നയിക്കപ്പെട്ട് മുന്നോട്ട് പോയി പരിഹരിക്കേണ്ട കാര്യങ്ങളാണ്. സർ, സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയുടെ കാര്യത്തിൽ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് കേരളം കൈവരിച്ചിട്ടുള്ളത്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അതിന് നേതൃത്വം നൽകുന്നത്. 83.45 ലക്ഷം കുടുംബങ്ങളിലെ സർവേ ചെയ്ത് 21,88,398 പേരെ ഇതിനകം പഠിതാക്കളാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് സാർ. കുടുംബശ്രീ പ്രസ്ഥാനം മാതൃകാപരമായിട്ടുള്ള മുന്നേറ്റമാണ് ഈ കാലയളവിൽ നടത്തിയത്. അതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ശക്തമായിട്ടുള്ള നേതൃത്വമാണ് നൽകിയിട്ടുള്ളത്. കേരള ചിക്കൻ അടക്കമുള്ള പ്രവർത്തനങ്ങൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് സാർ. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആദ്യമായി ക്ഷേമനിധി ഏർപ്പെടുത്തിയത് കേരളത്തിലാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ഗ്രാമീണ മേഖലയിലും നഗരമേഖലയിലും നേതൃത്വം നൽകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഈ നിലയിൽ ഏറ്റവും പ്രതിബദ്ധതയോടുകൂടിയാണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കുറച്ചുകൂടി ജനകീയമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഈ ഭേദഗതികൾ, നമ്മുടെ പുതിയ ഭേദഗതികൾ അവതരിപ്പിച്ച് പാസ്സാക്കുന്നതിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരണ സംവിധാനത്തിൻ്റെ പരമമായ ഉത്തരവാദിത്വം ജനങ്ങളോടാണ്. ഈ തത്വം അക്ഷരാർത്ഥത്തിൽ LDF ഗവൺമെൻറ് നടപ്പിലാക്കുമ്പോൾ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ നിയമസഭ തന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷം ഇതിനെയെല്ലാം വക്രീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അടിയന്തര പ്രമേയത്തിൽ അടിതെറ്റി വീണ പ്രതിപക്ഷം ജനങ്ങൾക്കിടയിൽ നാണം കെട്ടിരിക്കുകയാണ്. പ്രതിദിനം ഇളിഭരായി മാറുന്ന പ്രതിപക്ഷത്തെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. കോടതികളിൽ നിന്നും തുടർച്ചയായി തിരിച്ചടി കിട്ടിയ ഇതുപോലൊരു പ്രതിപക്ഷം കേരളത്തിൻ്റെ ചരിത്രത്തിലോ ഇന്ത്യയുടെ ചരിത്രത്തിലോ ഉണ്ടായിട്ടില്ല. പിണറായി സർക്കാരിൻ്റെ നേട്ടങ്ങളെ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുന്നതിന് മനഃപൂർവ്വമായി തടയുന്നതിന് വേണ്ടിയാണ് ഈ നിയമസഭാ പ്രവർത്തനങ്ങളെപ്പോലും പ്രതിപക്ഷം തടസ്സപ്പെടുത്തുന്നത്. സർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാവിയിലെ പ്രവർത്തനത്തിന് ഏറ്റവും സഹായകരമാകുന്ന കേരള 2025 കേരള പഞ്ചായത്ത് രാജ് നിയമത്തിൻ്റെ AB ഭേദഗതികൾ ഞാൻ ഈ അവസരത്തിൽ അവതരിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, ഈ ഭേദഗതികൾ പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി നിയമങ്ങളിലുള്ള ഈ ഭേദഗതികൾ ഒട്ടേറെ കാര്യങ്ങളിൽ വ്യക്തത കൊണ്ടുവരാൻ ഉദ്ദേശിച്ചുകൊണ്ട്
ഉള്ളതാണ് ഭേദഗതികൾ. ഞാനതിൻ്റെ ആകെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കഴിഞ്ഞ തവണ സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ പരാമർശിച്ചതാണ്. ഒന്ന് സംവരണമാണ്. ഒരു പ്രായോഗികമായിട്ടുള്ള പ്രശ്നം സർക്കാരിൻ്റെ മുമ്പിൽ ഇപ്പോൾ വാർഡ് വിഭജനവും സംവരണം നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നു. ഒരു തദ്ദേശ സ്ഥാപന അതിർത്തിയിൽ ജനസംഖ്യാനുപാതികമായിട്ടാണല്ലോ സംവരണം കൊടുക്കുന്നത്. ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ജനസംഖ്യ തുല്യമായിട്ട് വന്നാൽ ഉള്ള ഒരു പ്രശ്നം ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ വളയം പഞ്ചായത്തിൽ ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ എന്ത് ചെയ്യണം എന്നൊരു പ്രശ്നം വന്നു. അപ്പോൾ അതിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഭേദഗതി ഒരു ഭേദഗതി അതിനുള്ളതാണ്. അത് തുല്യമായിട്ട് വന്നാൽ നറുക്കെടുപ്പിലൂടെ ആദ്യത്തെ തവണ സംവരണം നിശ്ചയിക്കുകയും പിന്നീട് ആവർത്തനം വരാതെ റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ സംവരണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്നതാണ് ഈ ഭേദഗതി കൊണ്ട് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. സാർ, ഈ നഗരസഭാ ചെയർപേഴ്സൺമാരുടെ അധികാരങ്ങൾ കുറച്ചുകൂടി വിപുലീകരിക്കുന്നതിനുള്ള ഭേദഗതികൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെക്രട്ടറിയുടെ അധികാരങ്ങൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നിശ്ചയിച്ചത് കുറച്ചുകൂടി വിപുലീകരിക്കുന്നതിന്, അതുപോലെ തന്നെ വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിന് ഇപ്പോൾ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. 2021 ബജറ്റ് പ്രസംഗത്തിൽ തീരുമാനിച്ചതാണ് ഈ വർഷത്തെ ബജറ്റ് പ്രസംഗത്തിൽ 208ാമത്തെ ഖണ്ഡികയിൽ പറഞ്ഞതാണ് പെർഫോമൻസ് ഓഡിറ്റ് സംവിധാനം നിലവിലുള്ള സാഹചര്യത്തിൽ പ്രസക്തമല്ലാത്തതുകൊണ്ട് അവിടുത്തെ ജീവനക്കാരെ താഴെ തലങ്ങളിലേക്ക് പുനർവിന്യസിക്കണമെന്നത്. 4ാം ഭരണപരിഷ്കാര കമ്മീഷന്റെ റിപ്പോർട്ടിലെ ശുപാർശകൾ പരിഗണിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് 2022 മെയ് 25 ഒരു ഉത്തരവിറക്കിയിരുന്നു. ആ ഉത്തരവിലെ ക്രമ നമ്പർ 11 തീരുമാനപ്രകാരം പെർഫോമൻസ് ഓഡിറ്റ് സംവിധാനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. പിന്നീട് തദ്ദേശ വകുപ്പ് ഇൻ്റഗ്രേറ്റ് ചെയ്ത സമയത്ത്, ഏകീകരണം വന്ന സമയത്ത് ഈ വിശേഷാൽ ചട്ടങ്ങളിൽ ഇന്റേണൽ വിജിലൻസ് ഓഫീസർ തസ്തിക അസിസ്റ്റന്റ് ഡയറക്ടർ തസ്തികയ്ക്ക് തുല്യമായിട്ട് രൂപപ്പെടുത്തുകയും പെർഫോമൻസ് ഓഡിറ്റ് സംവിധാനം നിർത്തലാക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ജീവനക്കാരെയൊക്കെയാണ് ആഭ്യന്തര വിജിലൻസ് സംവിധാനത്തിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും പുനർവിന്യസിക്കുന്നതിനാണ് നടപടി സ്വീകരിച്ചത്. പക്ഷേ ഈ വ്യവസ്ഥ ആക്റ്റിൽ വന്നിരുന്നില്ല. സർക്കാർ ഉത്തരവ് വഴിയാണ് നടപ്പാക്കിയത്. അപ്പോൾ ആക്റ്റിൽ കൂടി ആ വ്യവസ്ഥ ഇപ്പോൾ കൊണ്ടുവരികയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അതോടൊപ്പം സാർ, ഈ നിയമ ഭേദഗതി ഏറ്റവും വലിയ ഒരു സവിശേഷത, ഇതൊരു ചരിത്ര പ്രാധാന്യമുള്ള നിയമ ഭേദഗതിയാവുന്നത് ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങൾ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കാനുള്ള ഭേദഗതി നാം കൊണ്ടുവരികയാണ്. കേരളം അധികാര വികേന്ദ്രീകരണത്തിൽ രാജ്യത്തിന് മാതൃകയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ബഹുമാന്യരായിട്ടുള്ള അംഗങ്ങൾ ഇവിടെ പലരും അത് അടിവരയിടുകയുണ്ടായി. സർ, മറ്റൊരു മാതൃക കൂടി രാജ്യത്തിന് കേരളം ഈ ഭേദഗതിയിലൂടെ സൃഷ്ടിക്കുകയാണ്. അത് വേണ്ടത്ര ഈ സഭയോ മാധ്യമങ്ങളോ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് എല്ലാ വികസനക്ഷേമ പ്രവർത്തനങ്ങളും ഇനി മുതൽ ജനകീയമായ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിലെ ഗുണഭോക്താക്കൾക്ക് മാത്രമല്ല ജനങ്ങൾക്കാകെ അതിൻ്റെ നിർവഹണത്തെ പരിശോധിക്കാനുള്ള അധികാരം വരികയാണ്. സർക്കാർ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളെ അറിയിക്കാനുള്ള ജനങ്ങളുടെ സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശം വളരെ സ്വാഗതാർഹമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നലെ എൻ്റെ നിയോജകമണ്ഡലത്തിലെ മഴുവന്നൂർ എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിൽ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം വികസന സദസ്സുകൾ നടത്തേണ്ട എന്ന് പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേർന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലുള്ള 1000-ഓളം വരുന്ന പഞ്ചായത്തുകളിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട്, സർക്കാരിൻ്റെ ഒരു ഫണ്ടും പഞ്ചായത്തിലേക്ക് കൊടുക്കാൻ കഴിയുന്നില്ല, NOC തരുന്നില്ല. അവരുടെ ഓൺ ഫണ്ടുകൾ 4 പഞ്ചായത്തുകൾ, ഒരു പ്രാദേശിക കക്ഷി ഭരിക്കുന്ന 4 പഞ്ചായത്തുകളിൽ പ്രാദേശികമായിട്ട് ഓൺ ഫണ്ട് ഒരു വികസന പ്രവർത്തനത്തിനും ചെലവഴിക്കാതെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. ഇതെല്ലാം അങ്ങയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഇത് ശരിയായ രീതിയിൽ കൊണ്ടുപോകാനുള്ള നടപടികൾ സ്വീകരിക്കും. സർ, സോഷ്യൽ ഓഡിറ്റ് ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള പ്രചരണ സംവിധാനം ആയിട്ടല്ല, ഇതിൻ്റെ നിർവഹണം വിലയിരുത്താനുള്ള പരിശോധിക്കാനുള്ള അധികാരം ജനങ്ങൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അധികാര വികേന്ദ്രീകരണത്തെയും ജനങ്ങളുടെ ജനാധിപത്യ അവകാശത്തെയും കൂടുതൽ ആഴമുള്ളതും വിപുലവുമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ബഹുമാനായിട്ടുള്ള അംഗമുന്നയിച്ച കാര്യം ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ വികസന സദസ്സ് നടത്താൻ
ഞാൻ പരിശോധിച്ച സമയത്ത് ഏതാണ്ട് 100ഓളം തദ്ദേശ സ്ഥാപനങ്ങൾ മാത്രമാണ് നടത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. അതിനർത്ഥം ആ 100 തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കാര്യമായിട്ടൊന്നുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അങ്ങയുടെ മണ്ഡലത്തിലെയും തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് സാധാരണഗതിയിൽ ഇപ്പോൾ പ്രതിപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ തന്നെ ഇപ്പോൾ മലപ്പുറം ജില്ലയിലൊക്കെ ഈ വികസന സദസ്സ് നടത്താൻ മുന്നോട്ട് വരുന്നുണ്ട്. കാരണം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഒന്നുമില്ലാത്തവർ വികസന സദസ്സ് നടത്തിയിട്ട് എന്ത് ചെയ്യാനാണ്? അപ്പം അതുകൊണ്ടായിരിക്കും അവർ അതിന് മുന്നോട്ട് വരാത്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വികസന ഫണ്ട് ചെലവഴിക്കാത്തത് വളരെ ഗൗരവമായിട്ടുള്ള പ്രശ്നമാണ്. അത് പ്രത്യേകമായി തന്നെ സർക്കാർ പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യം അറിയിക്കുകയാണ്. ഇനി വഴങ്ങാൻ സ്പീക്കർ അനുവദിക്കില്ല. ചെയറിൻ്റെ അനുവാദമില്ലാതെ വഴങ്ങില്ല. അപ്പോൾ സർ, അതുപോലെ മറ്റൊരു പ്രശ്നം ഇവിടെ ഉന്നയിച്ചു. ഈ ഭേദഗതികളിലൂടെ പ്രചരണം നടത്താനുള്ള അവകാശത്തെ ഹൈക്കോടതിയുടെ വിധിയുടെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് നിയമവിധേയമാക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥയാണ്. ഹൈക്കോടതിയുടെ വിധിയെ സർക്കാർ മാനിക്കുന്നു. ആ വിധിയുടെ അന്തസ്സത്ത പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ബോർഡുകൾ, കൊടിതോരണങ്ങൾ എന്നിവ നിയമപരമായിട്ട് മാത്രമേ സ്ഥാപിക്കാനാവൂ എന്ന് വ്യവസ്ഥ ചെയ്യുന്നതാണ് ഒരു ഭേദഗതി എന്നത്. അല്ല, എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ക്ഷമിക്കണം. മിനിസ്റ്റർ പ്ലീസ്, അദ്ദേഹത്തെ ഒന്ന്. ഈ വിഷയം ആന്ധ്രയിൽ ഉണ്ടാവുകയും അവിടുത്തെ നാരായണ എന്ന് പറയുന്ന പാർട്ടി നേതാവ് ആന്ധ്ര ഗവൺമെൻറ്റുമായി ഒരു കേസ് നടത്തി. ആന്ധ്ര കോടതി അതിനെതിരായി എന്ന് പറഞ്ഞാൽ പൊതുയോഗം നടത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. സുപ്രീം കോടതി ജനാധിപത്യ അവകാശമാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രകടനം നടത്താനും പൊതുയോഗം നടത്താനും എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാനൊരു ശ്രദ്ധ ക്ഷണിക്കൽ കൊണ്ടുവന്നിരുന്നു, പക്ഷേ അന്ന് സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലേക്ക് കിട്ടിയില്ല. അങ്ങനൊരു വിഷയം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മളെ കേരളത്തിലെ ഗവൺമെൻറ് അത് ടേക്കപ്പ് ചെയ്യേണ്ട പ്രശ്നമാണ്. ഇങ്ങനെ ഒരു കാര്യം ആന്ധ്രയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാവ് കോടതിയിൽ പോയതും അനുകൂലമായിട്ടുള്ള വിധി വാങ്ങിയതുമായിട്ടുള്ള കാര്യം ശ്രദ്ധയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കോടതി വിധിയെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ടാണ് സർക്കാർ ഈ പ്രചരണം നടത്താനുള്ളത് ജനാധിപത്യപരമായിട്ടുള്ള അവകാശമാണല്ലോ. ആ ജനാധിപത്യ അവകാശത്തെ നിയമവിധേയമാക്കുന്ന തരത്തിൽ കോടതി വിധിക്കെതിരായിട്ടല്ല, അതിന് വിധേയമായിട്ട് നിയമവിധേയമാക്കുക എന്നതാണ് ഈ ഭേദഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കമാനങ്ങൾ, ബോർഡുകൾ, ഹോർഡിങ്ങുകൾ, ബാനറുകൾ, ഡിജിറ്റൽ ബാനറുകൾ, കൊടികൾ, കൊടിതോരണങ്ങൾ ഇവയൊക്കെ സ്ഥാപിക്കുന്നത് നിർണയിക്കപ്പെടാവുന്ന രീതിയിലുള്ള ഫീസ് ഒടുക്കി സെക്രട്ടറിയിൽ നിന്ന് രേഖാമൂലമുള്ള അനുമതി വാങ്ങുന്നത് സംബന്ധിച്ചുള്ള വ്യവസ്ഥയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് ഒരേ സമയം ജനാധിപത്യ അവകാശത്തെ ഉയർത്തിപ്പിടിക്കുന്നു, ഒപ്പം കോടതി പറഞ്ഞിട്ടുള്ള വ്യവസ്ഥകളെ നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ തരത്തിലാണ്. പിന്നെ പ്രധാനപ്പെട്ട 1-2 ഭേദഗതികൾ ലൈസൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സർ, ഇപ്പോൾ ഈ സംരംഭങ്ങൾ പലപ്പോഴും തടസ്സപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു പ്രവണത പല കാരണങ്ങൾ കൊണ്ട് ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ സംരംഭങ്ങൾ ഏകപക്ഷീയമായിട്ട് തടസ്സപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടാവരുത്. ഇപ്പോൾ വിദഗ്ധമായിട്ടുള്ള ഉപദേശം മറ്റു വകുപ്പുകളിൽ നിന്ന് തേടേണ്ട സന്ദർഭത്തിൽ തേടുന്നത് നിർബന്ധമാക്കണം. സെക്രട്ടറി ഇപ്പോൾ ഒരു വിദഗ്ധ ഉപദേശം തേടാതെ ഒരു സംരംഭം തടസ്സപ്പെടുത്തുകയോ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയോ ചെയ്യുന്നത് എന്ന പ്രവണത വ്യാപകമായിട്ടുണ്ടെന്ന് ധാരാളം പരാതികൾ ഇപ്പോൾ തദ്ദേശ അദാലത്തുകളിലും നടത്തിയപ്പോഴും ലഭിക്കുകയുണ്ടായി. ഇപ്പോൾ തേടാവുന്നതാണ് എന്നാണ് വിദഗ്ധോപദേശം. ഉദാഹരണത്തിന് ഇപ്പോൾ മലിനീകരണം, വിദഗ്ധോപദേശം തേടേണ്ടത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നാണ്. തേടാവുന്നതാണ് എന്ന് വരുമ്പോൾ നിർബന്ധമാവുന്നില്ല, തേടേണ്ടതാണ് എന്ന് വരുന്ന സമയത്ത് അത് നിർബന്ധമായി തീരുന്നു. അപ്പോൾ അങ്ങനെ വിദഗ്ധോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അത്തരം നടപടികൾ സ്വീകരിക്കാൻ പറ്റൂ. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഇതിൽ ഈ ഭേദഗതി കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാനതിൻ്റെ വിശദാംശങ്ങൾ വീണ്ടും പറയുന്നില്ല, നേരത്തെ ഒരിക്കൽ ഇതൊക്കെ വിശദീകരിച്ചിട്ടുള്ളതാണ്. സർ, ഇവിടെ ചർച്ചയിൽ പൊതുവെ ഈ ഭേദഗതികളെ എല്ലാവരും പിന്തുണയ്ക്കുകയും അനുകൂലിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ വന്നു. ബഹുമാനായിട്ടുള്ള മലമ്പുഴ അംഗം ശ്രീ എ പ്രഭാകരൻ ഈ ഫീസ് ചുമത്തി ബോർഡുകൾ വയ്ക്കുന്നത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ളൊരു മാർഗമായിട്ട് കണ്ടുകൂടെ എന്ന് ചോദിച്ചു. അത് എത്രത്തോളം ബോർഡുകൾ സ്ഥാപിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും. നമ്മളിതിൽ പ്രധാനമായിട്ടും കാണുന്നത് ഒന്നത് നിയമവിധേയമായിരിക്കണം, അതിനൊരു നിയന്ത്രണവും വ്യവസ്ഥയും ഉണ്ടായിരിക്കണം, അതിനുവേണ്ടി ഒരു ഫീസ് ചുമത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അത് കണ്ടിട്ടുള്ളത്. ഒപ്പം ജനാധിപത്യപരമായ ഒരു അവകാശം സംരക്ഷിക്കുകയും ചെയ്യണം. ബഹുമാന്യമായിട്ടുള്ള അഡ്വക്കേറ്റ് ശാന്തകുമാരി കോങ്ങാട് അംഗം
വളരെ പ്രസക്തമായൊരു കാര്യം ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയുണ്ടായി. അത് അവർ ഓസ്ട്രേലിയയിൽ പോയപ്പോൾ കണ്ട അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ പുറത്തൊക്കെ പോകുമ്പോൾ ഉള്ളൊരു അനുഭവം അതാണ്. നമ്മൾ അവരിവിടെ ഇല്ലെന്ന് തോന്നുന്നു. പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ ചില കാര്യങ്ങൾ എത്രമാത്രം പിന്നിലാണ്, അത് ഏതെല്ലാം കാര്യങ്ങളിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സിവിക് സെൻസിൻ്റെ കാര്യത്തിൽ, പൗരബോധത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എങ്ങനെ കൂടുതൽ മുന്നോട്ട് വരണം എന്നൊക്കെയുള്ള ചില തിരിച്ചറിവുകൾക്ക് സഹായകരമാവും. ഇപ്പോൾ പുല്ല് വെട്ടുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ഉള്ളൊരു മനോഭാവം പലരുടെയും. എന്താണെന്ന് വെച്ചാൽ അത് പഞ്ചായത്ത് വന്ന് വെട്ടിക്കൊടുക്കണം എന്നുള്ളൊരു മനോഭാവമുണ്ട്. പക്ഷേ അവർ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, തദ്ദേശ സ്ഥാപനം അത് ചെയ്യുകയും അതിനൊരു ഫീസ് ഈടാക്കുകയും ചെയ്യുക എന്ന നിലയിലാണ്. ഒരാശയം എന്ന നിലയിൽ പ്രസക്തമായിട്ടുള്ള ഒന്നാണ്. ഭാവിയിൽ നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ മാലിന്യമുക്ത നവകേരളത്തിൻ്റെ കാര്യം ബഹുമാനരായിട്ടുള്ള അംഗങ്ങൾ ഒട്ടേറെ പേർ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അഭിമാനകരമായിട്ടുള്ള നേട്ടം കേരളത്തിന് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും വലിയ ഉദാഹരണം സർ ബ്രഹ്മപുരമാണ്. ബ്രഹ്മപുരം തീപിടുത്തമുണ്ടായ സമയത്ത് അങ്ങേക്കും അറിയുന്നതായിരിക്കും, ഈ 12 ദിവസം തീ നിന്ന് കത്തി 12ാമത്തെ ദിവസമാണ് അണഞ്ഞത്, പുക അടങ്ങിയത്. അതോടുകൂടി മാധ്യമങ്ങളും പ്രതിപക്ഷവുമെല്ലാം ഈ വിഷയം മറക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്തെങ്കിലും സർക്കാർ അത് മറന്നില്ല. ഇന്ന് 2 കൊല്ലം പിന്നിടുമ്പോൾ അന്ന് ഈ സഭയിൽ പ്രഖ്യാപിച്ചൊരു കാര്യം ബ്രഹ്മപുരം ഒരു പൂങ്കാവനമാക്കി മാറ്റും എന്നതായിരുന്നു. വലിയ പരിഹാസവും ട്രോളും അന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് അഭിമാനത്തോടെ പറയാം, അക്ഷരാർത്ഥത്തിൽ തന്നെ ബ്രഹ്മപുരം ഒരു പൂങ്കാവനമായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അസാധ്യമെന്ന് കരുതിയത്, അവിശ്വസനീയമെന്ന് കരുതിയത് ഈ സർക്കാരിന് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷൻ ചാനൽ ഈ വാർത്ത, അവിടെ പൂക്കൾ വളർന്നു നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം ഈ വാർത്ത ബ്രഹ്മപുരം പൂങ്കാവനമായപ്പോൾ എന്ന് പറഞ്ഞ് കൊടുത്തത് കാണുകയുണ്ടായി. അപൂർവമായിട്ടാണല്ലോ അത്തരത്തിലുള്ള നല്ല വാർത്തകളൊക്കെ വരാറുള്ളത്. അത് കണ്ടപ്പോൾ അതിയായിട്ടുള്ള സന്തോഷം തോന്നി. അപ്പോൾ ഒരു ബ്രഹ്മപുരം മാത്രമല്ല, നേരത്തെ ഇവിടെ പറഞ്ഞു, കേരളത്തിൽ 20 ഡംപ് സൈറ്റുകൾ ഇന്നില്ലതായി. ഇപ്പോൾ ബാക്കി 35ഓളം ഡംപ് സൈറ്റുകൾ ഇല്ലാതാക്കാനുള്ള ബയോമൈനിങ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്തൊരു 1.5 വർഷത്തിനുള്ളിൽ കേരളം ഇന്ത്യയിൽ ഡംപ് സൈറ്റുകൾ ഇല്ലാത്ത ആദ്യത്തെ സംസ്ഥാനമായിട്ട് മാറും. സർ, ഇങ്ങനെ ഒരുപാട് ഇന്ത്യയിൽ ആദ്യത്തെ എന്ന നേട്ടം നമ്മൾ ഇതിനകം തന്നെ കൈവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ നവംബർ 1-ാം തീയതി കേരളത്തിൻ്റെ 70ാം പിറന്നാൾ നാം ആഘോഷിക്കുമ്പോൾ അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടം കൂടി നാം സ്വന്തമാക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായി അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായിട്ട് കേരളം മാറാൻ പോവുകയാണ്. ലോകത്ത് ചൈനയ്ക്ക് ശേഷം 2ാമത് അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നൊരു പ്രദേശമായിട്ട് കേരളം മാറാൻ പോവുകയാണ്. സർ, ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശ സേവനങ്ങൾ പൂർണ്ണമായും ഓൺലൈനാക്കി മാറ്റിയ സംസ്ഥാനം കെ സ്മാർട്ട് വഴി കേരളമാണ്. കെ സ്മാർട്ടിൻ്റെ പ്രത്യേകത ഇവിടെ പറഞ്ഞു. ഇന്ന് ഞാനൊരു കണക്ക് നോക്കിയ സമയത്ത് 30 സെക്കൻഡിൽ താഴെ സമയം കൊണ്ട് ബിൽഡിംഗ് പെർമിറ്റ് കൊടുത്ത ബിൽഡിംഗ് പെർമിറ്റുകളുടെ എണ്ണം 66,862ആണ്. വീഡിയോ KYC വഴി, വീഡിയോ കോൾ വഴി വധുവിനും വരനും അല്ലെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ലോകത്തെവിടെയാണെങ്കിലും ഇരുന്ന്, രണ്ടുപേരും ഒരു സ്ഥലത്ത് വേണമെന്നില്ല, 2 സ്ഥലത്തിരുന്നിട്ടാണെങ്കിലും വിവാഹം രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്ന ഏക സംസ്ഥാനം കേരളമാണ്. 57,500-ലധികം വിവാഹങ്ങൾ അങ്ങനെ കഴിഞ്ഞൊരു കൊല്ലത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വിരൽത്തുമ്പിൽ സേവനം മാത്രമല്ല, തദ്ദേശ സ്ഥാപനങ്ങൾ വിരൽത്തുമ്പിലാണ്, പൗരന്മാരുടെ വിരൽത്തുമ്പിലാണുള്ളത്. സാർ, അതിനെല്ലാവരെയും പ്രാപ്തരാക്കാൻ വേണ്ടി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ യജ്ഞം ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പാക്കി 21,87,000 പേരെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരരാക്കി മാറ്റാൻ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയിലെ എല്ലാ പ്രധാന പത്രങ്ങളിലും ഈ വാർത്ത, വീഡിയോ KYC വഴിയുള്ള വിവാഹ രജിസ്ട്രേഷൻ്റെ കേരളത്തിൽ വിവാഹ രജിസ്ട്രേഷൻ വിപ്ലവം എന്ന തലക്കെട്ടിൽ വന്നത്. ദി ട്രിബ്യൂൺ, അതുപോലെ ഹിന്ദുസ്ഥാൻ ടൈംസ്, പിന്നെ എക്കണോമിക് ടൈംസ്, ബിസിനസ് സ്റ്റാൻഡേർഡ്, സി ന്യൂസ് തുടങ്ങിയിട്ടുള്ള മാധ്യമങ്ങളെല്ലാം പ്രാധാന്യത്തോടു കൂടി ഈ വാർത്ത കൊടുത്തതും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സർ, നഗരനയം ആവിഷ്കരിക്കാൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കമ്മീഷനെ വയ്ക്കുകയും നഗരനയം രൂപീകരിക്കാനുള്ള പ്രവർത്തനം അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് കേരളത്തിൽ. ആദ്യമായിട്ട് അതിന് മുൻകൈ എടുത്ത സംസ്ഥാനം കേരളമാണ്. എനിക്ക് ഈ സഭയെ അറിയിക്കാൻ സന്തോഷമുണ്ട്. കേരളത്തിൻ്റെ മാതൃകയിൽ നവംബർ മാസത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നഗരനയ കോൺക്ലേവ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നവംബർ ആദ്യ വാരത്തിൽ ഇന്ത്യ ഗവൺമെൻറ് ഒരു നഗരനയ കോൺക്ലേവ് രൂപീകരിക്കുകയാണ്. സർ, ഇവിടെ ഞാൻ ചുരുക്കുകയാണ് സമയം. പദ്ധതി ചെലവിൻ്റെ കാര്യം കൂടി ഒന്ന് ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ വികസന ഫണ്ട് ഇനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഗവൺമെൻറ് കൊടുത്തത് 41,223 കോടി രൂപ. 41,223 ശരാശരി, ഞാൻ ഓരോ വർഷത്തെയും കണക്ക് ഇവിടെ ഉണ്ട്,
2021-22 7,180 കോടി, 22-23 848, 23-24 8,248, 24-25 8,532, 25-26 9,215 കോടി. ശരാശരി നോക്കിയാൽ ഈ 5 വർഷം വികസന ഫണ്ട് ഇനത്തിൽ 8,244 കോടി കൊടുത്തിട്ടുണ്ട്. റോഡ് നോൺ റോഡ് മെയിൻ്റനൻസ് ഗ്രാൻഡ് ഇനത്തിൽ 29,303.77 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ ജനറൽ പർപ്പസ് ഫണ്ടായിട്ട് 5 കൊല്ലം കൊണ്ട് 11,163.34 കോടി കൊടുത്തിട്ടുണ്ട്. ആകെ 2 ഇനങ്ങളിലുമായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 5 കൊല്ലം കൊണ്ട് കൊടുത്തത് 70,526.77 കോടിയാണ്. സർ, ഇതിൻ്റെ എക്സ്പെൻഡിച്ചറിൻ്റെ കണക്ക് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞത് ഏറ്റവും ഒടുവിലത്തെ കണക്ക് 87%-ലധികമാണ്. തെറ്റായൊരു പ്രചരണവും പ്രതീതിയും സൃഷ്ടിക്കുന്നത് കൊണ്ടാണ് ഈ കണക്കുകളൊന്നും ഇവിടെ പറഞ്ഞത്. ബാക്കി കാര്യങ്ങളെല്ലാം മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് എന്നതുകൊണ്ട് ഞാൻ ഇവിടെ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഗ്രാമസഭകളെ ശക്തിപ്പെടുത്തണമെന്നുള്ള നിർദ്ദേശം അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ ഇവിടെ ഉന്നയിച്ചത് വളരെ പ്രസക്തമാണ്. ഗ്രാമസഭകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടികൾ തീർച്ചയായിട്ടും സർക്കാർ ആലോചിക്കുന്നുണ്ട്. അത്തരം നടപടികൾ കൂടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അത് നമ്മുടെ മാലിന്യമുക്തവുമായിട്ട് ബന്ധപ്പെട്ട് അക്കാര്യത്തിൽ നടപടി സ്വീകരിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ തന്നെ അങ്ങനെ ചെയ്താൽ, ബസ് സ്റ്റാൻഡുകൾ വൃത്തികേടാക്കിയാൽ ഫൈൻ ചുമത്താൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരമുണ്ട്. ആ അധികാരം തദ്ദേശ സ്ഥാപനങ്ങൾ വിനിയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശം നമുക്ക് കൊടുക്കാവുന്നതാണ്. ബഹുമാനായിട്ടുള്ള ശ്രീ വി ജോയ് ഉന്നയിച്ച പ്രശ്നവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡുകളോട് നടപടിയെടുക്കാൻ നിർദ്ദേശിക്കാവുന്നതാണ്. സർ, അഴിമതിയുടെ കാര്യം ഇവിടെ ചൂണ്ടിക്കാണിച്ചു. ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ അഴിമതിയുടെ ഒരു കാര്യം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം, മലപ്പുറം ജില്ലയിലെ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം അഴിമതി കേസിൽ ഉൾപ്പെട്ട് ജയിലിലാണ് എന്ന കാര്യം ഇവിടെ ബഹുമാനായിട്ടുള്ള അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഇവിടെ മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മളെല്ലാം കേട്ടു, ചോർ ഹേ എന്നാണ്. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം ലീഗ് അംഗം മലപ്പുറം ജില്ലയിൽ അഴിമതി കേസിൽ പ്രതിയായി ഇപ്പോൾ സർക്കാർ ചെലവിൽ ചോറുണ്ടുകൊണ്ടിരിക്കുകയാണ് സർ. അപ്പോൾ അത് കാണിക്കുന്നത് സർക്കാരിന് അഴിമതിയോടൊരു വിട്ടുവീഴ്ചയുമില്ല എന്നുള്ളതാണിത് കാണിക്കുന്നത്. അതിൻ്റെ ഉദാഹരണമാണത്. അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയെ ഈ ആരോപണം വന്ന സമയത്ത് അവിടുത്തെ ഇപ്പോൾ സ്ഥലം മാറ്റി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറത്ത് മാത്രമല്ല, കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ പ്രശ്നം ഈ സഭയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അവിടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് തിരിമറി നടത്തുന്നതും അത് ദുർവിനിയോഗം ചെയ്യുന്നതും വെച്ച് പൊറുപ്പിക്കുന്ന ഗവൺമെൻറ് അല്ല ഈ ഗവൺമെൻറ്. കർശനമായ നടപടി ഉണ്ടാവും. അത് ഉദ്യോഗസ്ഥരാണെങ്കിലും ശരി, ജനപ്രതിനിധികളായിരുന്നാലും ശരി, കർശന നടപടി ഉണ്ടാവും. അത്തരക്കാർക്ക് സർക്കാർ ചെലവിൽ ചോറുണ്ണാനുള്ള വിധി ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ അനുഭവങ്ങളെല്ലാം കാണിക്കുന്നത്. അപ്പോൾ അതാണ് സർക്കാരിൻ്റെ അഴിമതിയോടുള്ള സമീപനം എന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നേരത്തെ ഇവിടെ പലരും പറഞ്ഞു, നിർണായകമായിട്ടുള്ള ബില്ലുകൾ ചർച്ച ചെയ്ത ഒരു സഭാ സമ്മേളനമാണിത്. കിടപ്പാട നിയമം, സേവനാവകാശ നിയമം തുടങ്ങിയിട്ടുള്ള സോഷ്യൽ ഓഡിറ്റ്, ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവരുന്ന മുനിസിപ്പൽ പഞ്ചായത്ത് നിയമ ഭേദഗതികൾ, ഈ നിർണായകമായ ചരിത്രപരമായ പ്രാധാന്യമുള്ള ബില്ലുകളെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു സമ്മേളനത്തിൽ ഏത് ചർച്ചയ്ക്കും തയ്യാറാണ് എന്ന് നിലപാടെടുക്കുന്ന ഒരു ഗവൺമെൻറ് ഒരു 6 ദിവസത്തിനുള്ളിൽ 4 അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ തയ്യാറായ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൻ്റെ മുമ്പിലാണ് ഒരു നോട്ടീസ് പോലും നൽകാതെ നിരന്തരമായിട്ട് സഭ സ്തംഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങ് സഭാ സമ്മേളനം സുഗമമായിട്ട് നടത്താൻ വേണ്ടി വിളിച്ച ചർച്ച പോലും ബഹിഷ്കരിച്ച സ്ഥിതി. സാധാരണ ചർച്ചയിൽ വന്ന് ചിലപ്പോൾ അവിടെ വിയോജിപ്പ് പ്രകടിപ്പിച്ചിറങ്ങി പോകുന്നതൊക്കെ മനസ്സിലാക്കാം. പക്ഷെ ചർച്ചയ്ക്ക് വരുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തിന് ഇപ്പോൾ എല്ലാത്തിനെയും ഭയമാണ്. കോടതിയെ ഭയമാണ്, നിയമസഭയെ ഭയമാണ്, സ്പീക്കർ വിളിക്കുന്ന ചർച്ചയെ പോലും ഭയമാണ്. ആ ചർച്ച, അങ്ങ് വിളിക്കുന്ന ചർച്ചയിൽ ഒന്നും പറയാനില്ലാത്തത് കൊണ്ടും അവിടെ ഒരു തരത്തിലും വഴക്കുണ്ടാക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ടും ചർച്ചയ്ക്ക് വരുന്നില്ല എന്നതാണ് നമ്മൾ കാണുന്ന സ്ഥിതി. അപ്പോൾ അത് വളരെ നിർഭാഗ്യകരമാണ് എന്നിവിടെ അങ്ങും ഇവിടെ ചൂണ്ടിക്കാണിച്ചു. ആ വികാരത്തോട് പൊതുവിൽ യോജിക്കുകയാണ്. ഈ വിഷയങ്ങളെല്ലാം നമുക്ക് സഭയിൽ ചർച്ച ചെയ്യാമായിരുന്ന കാര്യങ്ങളാണല്ലോ. പ്രതിപക്ഷത്തിന് അത്രയും ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ചർച്ച ചെയ്യാമായിരുന്നതാണ്. ആ ചർച്ചയിൽ നിന്ന് കൂടി ഒളിച്ചോടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ
വകുപ്പുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങൾ ബഹുമാനായ ശ്രീ മാത്യു ടി തോമസ് പറഞ്ഞു. നമ്മൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാൻ, അത് കൈകാര്യം ചെയ്യാനുള്ള നിയമനിർമ്മാണത്തിൽ ജനങ്ങളോട് തരിമ്പെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നെങ്കിൽ അവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയല്ലേ ചെയ്യേണ്ടിയിരുന്നത്. അപ്പം അതുകൊണ്ട് പ്രതിപക്ഷം ഇപ്പോൾ തുറന്നു കാണിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഈ നിയമസഭാ സമ്മേളനത്തിൻ്റെ പ്രത്യേകത. അഴിമതിയുടെ കാര്യം ഇവിടെ പറഞ്ഞ സമയത്ത് ഞാൻ ആ ലിസ്റ്റ് മുഴുവൻ പറയാനുള്ള സമയമില്ല. കഴിഞ്ഞ 9 കൊല്ലത്തിനിടയിൽ 38 പ്രതിപക്ഷം കൊണ്ടുവന്ന് പൊളിഞ്ഞു പോയ ആരോപണങ്ങൾ 38 എണ്ണമാണ് ഈ ഗവൺമെൻറ്റിനെതിരായി. 11 കേസുകൾ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാക്കളും കൊടുത്തത് വിവിധ കോടതികൾ തള്ളി ചവറ്റുകൊട്ടയിലെറിഞ്ഞത് 11 കേസുകളാണ്. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ പട്ടികകൾ മുഴുവൻ ഇവിടെ നിരത്താത്തത്. സർ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? കഴിഞ്ഞ 9 കൊല്ലമായി പ്രതിപക്ഷം നിരന്ന് നിന്ന് ചെളിവാരി എറിഞ്ഞ് അവർ ഇപ്പോൾ ചെളിയിൽ കുളിച്ചു നിൽക്കുന്നു എന്നല്ലാതെ ഈ സർക്കാരിനെ ഒരു പോറലും അവർക്ക് ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പ്രതിപക്ഷത്തിനോട് യഥാർത്ഥത്തിൽ സർക്കാർ നന്ദി രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ആരോപണങ്ങളെല്ലാം കോടതിയിൽ കൊണ്ടുപോയി ഇത് തെറ്റാണെന്ന് അവർ തന്നെ തെളിയിച്ചതിന്, കോടതിയിൽ പോയിരുന്നില്ലെങ്കിൽ ഇത് ഈ പുകമറയിൽ നിൽക്കുമായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ സഭയിൽ വന്നാൽ പൊളിയും, കോടതിയിൽ വന്നാലും പൊളിയും. അതുകൊണ്ടാണ് കോടതിയിൽ പോകുന്നത് നിർത്തി സഭയിൽ ചർച്ചയ്ക്കിരിക്കുന്നത് നിർത്തി. അതാണ് ഇപ്പം ഉണ്ടായിട്ടുള്ളത്. കാരണം അവർക്കറിയാം കോടതിയിൽ പോയാൽ രക്ഷയില്ല, നിയമസഭയിൽ ചർച്ചയ്ക്ക് വെച്ചാലും രക്ഷയില്ല. അതുകൊണ്ട് ചർച്ചയില്ല. അതെ, ഇനി CBI മതി. ആ ബഹുമാനായിട്ടുള്ള മാത്യു ടി തോമസ് പറഞ്ഞത് വളരെ ശരിയാണ്. സർ, ഹൈക്കോടതിയിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള SIT അന്വേഷണത്തെ അവരെതിർക്കുന്നത്, അതിനെതിർക്കുന്നത്? അതേസമയം അവർക്ക് വിശ്വാസം CBIയിലാണ്. ഏത് CBI? സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ചോദ്യം ചെയ്യുന്ന CBI, മതിൽ ചാടിക്കടന്ന് ചിദംബരത്തെ അറസ്റ്റ് ചെയ്ത് 105 ദിവസം ജയിലിലിട്ട അതേ CBI, കർണാടകയിലെ ഉപമുഖ്യമന്ത്രി ശിവകുമാറിനെ 100 ദിവസത്തിലധികം ജയിലിലിട്ട അതേ CBI, ആ CBIയിലാണ് ആർക്ക് വിശ്വാസം? കേരളത്തിലെ പ്രതിപക്ഷത്തിന്, കേരളത്തിലെ കോൺഗ്രസിന് വിശ്വാസം. ആ CBIയിലുള്ള വിശ്വാസം BJPയിലുള്ള വിശ്വാസമാണ് എന്ന് നാം കാണണം. കാരണം BJP കൂട്ടിലിട്ട തത്തയാണ് CBI, കേന്ദ്ര സർക്കാർ കൂട്ടിലിട്ട തത്തയാണ്. അപ്പോൾ CBIയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആത്യന്തികമായിട്ട് കേരളത്തിലെ കോൺഗ്രസ് വിശ്വസിക്കുന്നത് BJPയിലാണ് എന്നതാണ്. അപ്പോൾ പഴയ ചില അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വീണ്ടും BJPയുമായിട്ടുള്ള ഒരു സഖ്യം, ഒരു ധാരണ രൂപപ്പെടുത്താനാണ് ഈ അവസരത്തെ ഒരു സുവർണാവസരമാക്കി മാറ്റാൻ കഴിയുമോ എന്നാണ് അവരാലോചിക്കുന്നത്. അതെല്ലാം ജനങ്ങൾ തിരിച്ചറിയും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ ഭേദഗതി പാസാക്കണമെന്ന് സഭയോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. യെസ്, ശ്രീ P. ബാലേന്ദ്രൻ സബ്ജക്റ്റ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബിൽ പൊതുജനാഭിപ്രായം തേടുന്നതിനായി സർക്കുലേറ്റ് ചെയ്യണമെന്നോ അങ്ങയുടെ 1 നമ്പർ വേദി പ്രസ് ചെയ്യുന്നുണ്ടോ? നോട്ട് ഇൻ ദ സീറ്റ്. സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. വി ജോയ് സബ്ജക്റ്റ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 കേരള മുനിസിപ്പൽ ഭേദഗതി ബിൽ വീണ്ടും അതേ സബ്ജക്റ്റ് കമ്മിറ്റി പരിഗണനയ്ക്കാണ് അങ്ങയുടെ 2B നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. ശ്രീ A. പ്രഭാകരൻ സബ്ജക്റ്റ് റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 കേരള പഞ്ചായത്ത് രാജ് ഭേദഗതി ബിൽ പൊതുജനാഭിപ്രായം തേടുന്നതിനെ സർക്കുലേറ്റ് എന്ന അങ്ങയുടെ 1 നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. ശ്രീ G. സ്റ്റീഫൻ സബ്ജക്റ്റ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 കേരള പഞ്ചായത്ത് രാജ് ഭേദഗതി ബിൽ വീണ്ടും അതേ സബ്ജക്റ്റ് കമ്മിറ്റി പരിഗണന അയക്കണമെന്ന് അങ്ങയുടെ 2B നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. ഇനി സബ്ജക്റ്റ് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമുള്ള 2025 കേരള മുനിസിപ്പൽ ഭേദഗതി ബിൽ, 2025 കേരള പഞ്ചായത്ത് രാജ് ഭേദഗതി ബിൽ എന്നിവ പരിഗണന എടുക്കണമെന്ന ഉപക്ഷേപം അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം അംഗീകരിച്ചിരിക്കുന്നു. ബില്ല് പരിഗണന എടുക്കുന്നു. സബ്ജക്റ്റ് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം 2025 കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബിൽ 2ാം വകുപ്പ് ഇനി ഭേദഗതിയിൽ അവതരിപ്പിക്കാവുന്നതാണ്. 140 M. രാജഗോപാലൻ, യെസ്. 142 ശ്രീ M. വിജിൻ, നോട്ട് ഇൻ ദ സീറ്റ്. 145 E. ചന്ദ്രശേഖരൻ, യെസ്. 149 P. S. സുബാൽ, നോട്ട് ഇൻ ദ സീറ്റ്. 157 K. ബാബു നെന്മാറ, യെസ്. 159 C. H. കുഞ്ഞമ്പു, നോട്ട് ഇൻ ദ സീറ്റ്. 162 ശ്രീ P. P. ചിത്തരഞ്ജൻ, നോട്ട് ഇൻ ദ സീറ്റ്. 164 ശ്രീമതി യു പ്രതിഭ, യെസ്. അവിടെ സംസാരിച്ചിരിക്കല്ല, ഇങ്ങോട്ട് ശ്രദ്ധിക്കണമെന്ന്. 166 ശ്രീ AC മൊയ്തീൻ, നോട്ട് ഇൻ ദ സീറ്റ്. 168 ശ്രീ UR പ്രദീപ്, യെസ്. 174 ഡോക്ടർ N. ജയരാജ്, നോട്ട് ഇൻ ദ സീറ്റ്. 177 181 ശ്രീ P. P. സുമോദ്, യെസ്. മിനിസ്റ്റർ.
സർ, രണ്ടാം ഖണ്ഡമല്ലേ? യെസ് യെസ്. രണ്ടാം ഖണ്ഡത്തിൽ ഭേദഗതി നമ്പർ 164 ശ്രീ PS സുബാൽ MLA നോട്ടീസ് നൽകിയത് സ്വീകരിക്കുന്നു. മിനിസ്റ്റർ, മുനിസിപ്പാലിറ്റിയിലെ ഭേദഗതിയാണിത്. യെസ്, അതിൽ തന്നെയാണ്. മുനിസിപ്പാലിറ്റിയാണ് ഇപ്പോൾ. സുബാലിൻ്റെ അല്ല, മുനിസിപ്പാലിറ്റിയിൽ ഔദ്യോഗിക ഭേദഗതിയാണ്. ബില്ലിലെ രണ്ടാം ഖണ്ഡത്തിൽ 6-ാം വകുപ്പ് 5-ാം ഉപവകുപ്പിൻ്റെ ക്ലിപ്ത നിബന്ധനയിൽ എന്നുള്ളത് എന്ന വാക്കിന് പകരം എന്നത് എന്ന് ഔദ്യോഗിക ഭേദഗതിയായിട്ട് മൂവ് ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ മൂവ് ചെയ്ത ഔദ്യോഗിക ഭേദഗതി വെച്ച് മറ്റെല്ലാ ഭേദഗതിയും തള്ളിയിരിക്കുന്നു. ഇനി 2-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 2-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 3-ാം വകുപ്പ് ഭേദഗതിയിൽ അവതരിപ്പിക്കാവുന്നതാണ്. KJ മാക്സി നോട്ട് ഇൻ ദ സീറ്റ്. KP കുഞ്ഞുകുട്ടി മാസ്റ്റർ യെസ്. ശ്രീ CK ഹരീന്ദ്രൻ യെസ്. 195 ശ്രീ KT ജലീൽ നോട്ട് ഇൻ ദ സീറ്റ്. 197 ശ്രീ V ശശി നോട്ട് ഇൻ ദ സീറ്റ്. 200, 201, 224 ഡോക്ടർ N ജയരാജ് നോട്ട് ഇൻ ദ സീറ്റ്. 222 സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ യെസ്. 223 ശ്രീ IV സതീഷ് നോട്ട് ഇൻ ദ സീറ്റ്. 205 ശ്രീ PT റഹീം നോട്ട് ഇൻ ദ സീറ്റ്. 207 ശ്രീ KV സുമേഷ് യെസ്. 218 ശ്രീ DK മുരളി യെസ്. 216 ആന്റണി ജോൺ യെസ്. മിനിസ്റ്റർ, ഭേദഗതികളൊന്നും സ്വീകരിക്കുന്നില്ല. ഭേദഗതിയെല്ലാം തള്ളിയിരിക്കുന്നു. ഇനി 3-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാകുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 3-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 4-ാം വകുപ്പ് ഇനി പറയുന്ന വേദിയിൽ അവതരിപ്പിക്കാവുന്നതാണ്. 226 ശ്രീ KM സച്ചിൻ ദേവ് യെസ്. 228 ശ്രീ G സ്റ്റീഫൻ യെസ്. 230, 240 KN ഉണ്ണികൃഷ്ണൻ നോട്ട് ഇൻ ദ സീറ്റ്. 234 ശ്രീ M വിജിൻ നോട്ട് ഇൻ ദ സീറ്റ്. 236 PV ശ്രീനിജിൻ യെസ്. 238 K ജനീഷ് കുമാർ 238 യെസ്. 244 മുരളി പെരുന്നല്ലി യെസ്. 254 ഡോക്ടർ N ജയരാജ് നോട്ട് ഇൻ ദ സീറ്റ്. മിനിസ്റ്റർ, സ്വീകരിക്കുന്നില്ല. ഭേദഗതികളെല്ലാം തള്ളിയിരിക്കുന്നു. ഇനി 4-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 4-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 5-ാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതി മൂവ് ചെയ്യുന്നതാണ്. 266, 275 MS അരുൺകുമാർ നോട്ട് ഇൻ ദ സീറ്റ്. 268 ശ്രീമതി KK ശൈല ടീച്ചർ നോട്ട് ഇൻ ദ സീറ്റ്. 270 ഡോക്ടർ ജലീൽ നോട്ട് ഇൻ ദ സീറ്റ്. 272 ശ്രീ P നന്ദകുമാർ നോട്ട് ഇൻ ദ സീറ്റ്. 276, 2304 UR പ്രദീപ് യെസ്. 278, 298 ശ്രീ TP രാമകൃഷ്ണൻ നോട്ട് ഇൻ ദ സീറ്റ്. 280, 317 ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ യെസ്. 283 ശ്രീ പ്രേംകുമാർ നോട്ട് ഇൻ ദ സീറ്റ്. 285 ശ്രീ NK അക്ബർ യെസ്. 287 ശ്രീ A രാജ യെസ്. 289 ശ്രീ K വിജയൻ യെസ്. 292, 302, 307, 308, 315, 306, 318, 319, 320, 333 ഡോക്ടർ N ജയരാജ് നോട്ട് ഇൻ ദ സീറ്റ്. 293 ശ്രീ ചിത്തരഞ്ജൻ നോട്ട് ഇൻ ദ സീറ്റ്. 295 ശാന്തകുമാരി K യെസ്. 300 മമ്മിക്കുട്ടി യെസ്. 305 ആന്റണി ജോൺ യെസ്. 309 KM സച്ചിൻ ദേവ് യെസ്. 311 KP കുഞ്ഞുകുട്ടി മാസ്റ്റർ യെസ്. 313 ശ്രീ M രാജഗോപാലൻ യെസ്. 326 ശ്രീ CK ഹരീന്ദ്രൻ യെസ്. 328 ശ്രീ ചന്ദ്രശേഖരൻ യെസ്. 334 ശ്രീ ലിൻഡ ജോസഫ് യെസ്. മിനിസ്റ്റർ, സ്വീകരിക്കുന്നില്ല. ഭേദഗതികളെല്ലാം തള്ളിയിരിക്കുന്നു. ഇനി 5-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 5-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 6-ാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതി മൂവ് ചെയ്യുന്നതാണ്. ശ്രീ PP ചിത്തരഞ്ജൻ നോട്ട് ഇൻ ദ സീറ്റ്. 347 ശ്രീ KV സുമേഷ് യെസ്. സുമേഷ് യെസ്. 349 ഡോക്ടർ സുജിത് വിജയൻ പിള്ള not in the seat. 351 CH Kunyambu not in the seat. 353 NK Akbar yes. 355 CH Salam yes. 359 Sri KJ Maxi not in the seat. Minister, സർ, 6-ാം വകുപ്പ് 5-ാം ഉപവകുപ്പിൻ്റെ ക്ലിപ്ത നിബന്ധനയിൽ എന്നുള്ളത് എന്ന വാക്കിന് പകരം എന്നത് എന്ന വാക്ക് ചേർക്കേണ്ടതാണ്. ഇത് ഔദ്യോഗിക ഭേദഗതിയായിട്ട് മൂവ് ചെയ്യുന്നു. ബാക്കി ഭേദഗതികളൊന്നും സ്വീകരിക്കുന്നില്ല. മിനിസ്റ്റർ സ്വീകരിച്ച ഔദ്യോഗിക ഭേദഗതി വെച്ച് മറ്റെല്ലാ ഭേദഗതിയും തള്ളിയിരിക്കുന്നു. ഇനി 6-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമെന്ന പ്രശ്നം അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 6-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 7-ാം വകുപ്പ് ഭേദഗതി ഒന്നും മൂവ് ചെയ്തിട്ടില്ല. മിനിസ്റ്റർ യെസ്, 7-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 8-ാം വകുപ്പ് മൂവ് ചെയ്യാവുന്നതാണ്. 366 ആന്റണി ജോൺ യെസ്. 369 380 381 384 385 389 412 ഡോക്ടർ N ജയരാജ് നോട്ട് ഇൻ ദ സീറ്റ്. 371 PK പ്രശാന്ത് നോട്ട് ഇൻ ദ സീറ്റ്. 373 ചന്ദ്രശേഖരൻ യെസ്. 382 ശ്രീ PT റഹീം നോട്ട് ഇൻ ദ സീറ്റ്. 387 399 M രാജഗോപാലൻ യെസ്. 390 ശ്രീ P അബ്ദുൽ ഹമീദ് നോട്ട് ഇൻ ദ സീറ്റ്.
394 Shri K.U. Janish Kumar, yes. 396 K.M. Sachin Dev, yes. 401 Srimati Shaila Teacher, not in the seat. 403 O.S. Ambiga, yes. 405 Shri Joy, yes. 407 Sebastian Kolatungal, yes. 408 P.S. Supal, not in the seat. 418 Shri M. Mani, yes. 420 Murali Perunalli, yes. Minister. ഒന്നും സ്വീകരിക്കുന്നില്ല. ഭേദഗതികളെല്ലാം തള്ളിയിരിക്കുന്നു. ഇനി 8ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 8ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 9ാം വകുപ്പ് ഭേദഗതിയിൽ മൂവ് ചെയ്യാവുന്നതാണ്. 429 ഡോക്ടർ ജയരാജ്, നോട്ട് ഇൻ ദ സീറ്റ്. 435 മുകേഷ്, നോട്ട് ഇൻ ദ സീറ്റ്. 44 ശ്രീ സേവിയർ ചിറ്റലപ്പള്ളി, യെസ്. 442 ശ്രീ കെ ബാബ നന്മോറ, യെസ്. 444 ശാന്തകുമാരി കെ, യെസ്. മിനിസ്റ്റർ. സ്വീകരിക്കുന്നില്ല. ഭേദഗതികളെല്ലാം തള്ളിയിരിക്കുന്നു. 9ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 9ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 10ാം വകുപ്പ് ഇനി പറയുന്ന ഭേദത്തിൽ അവതരിപ്പിക്കാവുന്നതാണ്. 447 ശ്രീ പി നന്ദകുമാർ, യെസ്. 449 വി കെ പ്രശാന്ത്, നോട്ട് ഇൻ ദ സീറ്റ്. മിനിസ്റ്റർ. സ്വീകരിക്കുന്നില്ല. ഇനി 10ാം വകുപ്പ് ഭേദഗതികളെല്ലാം തള്ളിയിരിക്കുന്നു. ഇനി 10ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 10ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 11ാം വകുപ്പ് ഇനി പറയുന്ന ഭേദത്തിൽ അവതരിപ്പിക്കാവുന്നതാണ്. 451 ശ്രീ എം വിജിൻ, നോട്ട് ഇൻ ദ സീറ്റ്. 453 എൻ ജയരാജ്, നോട്ട് ഇൻ ദ സീറ്റ്. 454 ശ്രീമതി ശൈല ടീച്ചർ, നോട്ട് ഇൻ ദ സീറ്റ്. 456 ഉണ്ണികൃഷ്ണൻ, നോട്ട് ഇൻ ദ സീറ്റ്. മിനിസ്റ്റർ. സ്വീകരിക്കുന്നില്ല. ഇനി എല്ലാ ഭേദഗതികളും തള്ളിയിരിക്കുന്നു. ഇനി 11ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 11ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 1ാം വകുപ്പും പീഠികയും പേരും ഇനി പറയുന്ന ഭേദത്തിൽ അവതരിപ്പിക്കാവുന്നതാണ്. 110 സി ടി ടൈസൺ മാസ്റ്റർ, നോട്ട് ഇൻ ദ സീറ്റ്. മിനിസ്റ്റർ. സ്വീകരിക്കുന്നില്ല. ഭേദഗതികളെല്ലാം തള്ളിയിരിക്കുന്നു. ഇനി 1ാം വകുപ്പും പീഠികയും പേരും ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 1ാം വകുപ്പും പീഠികയും പേരും ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 3ാം വായന. തിരുത്തുണ്ട്. നേരത്തെ 6ാം വകുപ്പ് എന്ന് പറഞ്ഞ 2ാം ഖണ്ഡത്തിലാണ്, ബില്ലിലെ 2ാം ഖണ്ഡപ്രകാരം ആണ്. അതിലെ 6ാം വകുപ്പ് 5ാം ഉപവകുപ്പിൻ്റെ ക്ലിപ്ത നിബന്ധനയിൽ എന്നതാണ്. നേരത്തെ പറഞ്ഞതല്ല അങ്ങ്, അത് 6 പറഞ്ഞത്, 2ലാണ്. യെസ്. മിനിസ്റ്റർ നിർദ്ദേശം സ്വീകരിക്കുന്നതാണ്. ഇനി 1ാം വകുപ്പ് പീഠികയും പേരും ബില്ലിൻ്റെ ഭാഗമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 1ാം വകുപ്പ് പേരും പീഠികയും പേരും ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 3ാം വായന. തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് 2025 കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബിൽ പാസ്സാക്കണമെന്ന് ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2025 കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. ഇനി 2025 കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപ സഭ അംഗീകരിച്ചിരിക്കുന്ന ബിൽ പാസ്സായിരിക്കുന്നു. സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 കേരള പഞ്ചായത്ത് രാജ് ഭേദഗതി ബിൽ 2ാം വകുപ്പ് ഇനി പറയുന്ന ഭേദത്തിൽ അവതരിപ്പിക്കാവുന്നതാണ്. 137 തോട്ടത്തിൽ രവീന്ദ്രൻ, യെസ്. 139 159 സുനിൽകുമാർ, നോട്ട് ഇൻ ദ സീറ്റ്. 144 സുമോദ്, യെസ്. 146 ശ്രീ ചന്ദ്രശേഖരൻ, യെസ്. 161 ശ്രീമതി ശൈല ടീച്ചർ, നോട്ട് ഇൻ ദ സീറ്റ്. 164 ശ്രീ പി എസ് സുപാൽ, നോട്ട് ഇൻ ദ സീറ്റ്. 168 ശ്രീമതി ശാന്തകുമാരി കെ, യെസ്. മിനിസ്റ്റർ. സർ, ശ്രീ പി എസ് സുപാൽ നോട്ടീസ് നൽകിയ ഭേദഗതി 164 നമ്പർ ഭേദഗതി ഔദ്യോഗിക ഭേദഗതിയായിട്ട് മൂവ് ചെയ്തു. മിനിസ്റ്റർ മൂവ് ചെയ്ത് ഔദ്യോഗിക ഭേദഗതി വെച്ച് മറ്റെല്ലാ ഭേദഗതിയും തള്ളിയിരിക്കുന്നു. ഇനി 2ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 2ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 3ാം വകുപ്പ് ഇനി പറയുന്ന ഭേദത്തിൽ അവതരിപ്പിക്കാവുന്നു. 188 ശ്രീ എ പ്രഭാകരൻ, യെസ്. 190 ഡി കെ മുരളി, യെസ്. 192 ശ്രീമതി ശൈല ടീച്ചർ, നോട്ട് ഇൻ ദ സീറ്റ്. 194 202 ശ്രീ ചന്ദ്രശേഖരൻ, യെസ്. 198 കെ സച്ചിൻ ദേവ്, യെസ്. 200 ശ്രീ പ്രേംകുമാർ, യെസ്. 209 ഇ കെ വിജയൻ, യെസ്. 217 ശ്രീ കെ ജെ മാക്സി, നോട്ട് ഇൻ ദ സീറ്റ്. 220 ശ്രീ കെ ഡി പ്രസേനൻ, യെസ്. 222 ജി എസ് ജയലാൽ, നോട്ട് ഇൻ ദ സീറ്റ്. 230 ഡോക്ടർ എൻ ജയരാജ്, നോട്ട് ഇൻ ദ സീറ്റ്. 237 ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, യെസ്. മിനിസ്റ്റർ. സർ, ഭേദഗതി നമ്പർ 222 ശ്രീ ജി എസ് ജയലാൽ MLA നോട്ടീസ് നൽകിയത് ഔദ്യോഗിക ഭേദഗതിയായിട്ട് മൂവ് ചെയ്യുന്നു. മറ്റ് ഭേദഗതികളൊന്നും സ്വീകരിക്കുന്നില്ല. ഔദ്യോഗിക ഭേദഗതി മിനിസ്റ്റർ സ്വീകരിച്ച മറ്റ് ഭേദഗതികളെല്ലാം തള്ളിയിരിക്കുന്നു. ഇനി 3ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 3ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കും. 4ാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതി മൂവ് ചെയ്യുന്നതാണ്. 245 പി എസ് സുപാൽ, നോട്ട് ഇൻ ദ സീറ്റ്. 253 ഡോക്ടർ എൻ ജയരാജ്, നോട്ട് ഇൻ ദ സീറ്റ്. മിനിസ്റ്റർ. 4ാം ഖണ്ഡത്തിൽ
9-ാം വകുപ്പ് 4-ാം ഉപവകുപ്പിൻ്റെ ക്ലിപ്ത നിബന്ധനയിൽ എന്നുള്ളത് എന്ന വാക്കിന് പകരം എന്നത് എന്ന വാക്ക് ചേർക്കേണ്ടത് ഔദ്യോഗിക ഭേദഗതിയായിട്ട് അവതരിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സ്വീകരിച്ച ഔദ്യോഗിക ഭേദഗതി വെച്ച് മറ്റെല്ലാ ഭേദഗതിയും തള്ളിയിരിക്കുന്നു. ഇനി 4-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 4-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 5-ാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതി അവതരിപ്പിക്കാവുന്നതാണ്. 268 ഡോക്ടർ കെ ടി ജലീൽ നോട്ട് ഇൻ ദ സീറ്റ്. 270, 273, 279, 280, 283, 285, 28, 289, 290, 291, 308 ഡോക്ടർ ജയരാജ് നോട്ട് ഇൻ ദ സീറ്റ്. 271 ശ്രീ എം രാജഗോപാലൻ യെസ്. 274 വി ശശി നോട്ട് ഇൻ ദ സീറ്റ്. 281 ശ്രീമതി ദലീമ യെസ്. 286 ശ്രീമതി ഒ എസ് അംബിക യെസ്. 288 ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ യെസ്. 302 ശ്രീ എം വിജിൻ നോട്ട് ഇൻ ദ സീറ്റ്. 304 ജി എസ് ജയലാൽ നോട്ട് ഇൻ ദ സീറ്റ്. 310 ശ്രീ പി പി ചിത്തരഞ്ജൻ നോട്ട് ഇൻ ദ സീറ്റ്. മിനിസ്റ്റർ ഒന്നും സ്വീകരിക്കുന്നില്ല. ഭേദഗതിയെല്ലാം തള്ളിയിരിക്കുന്നു. ഇനി 5-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 5-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 6-ാം വകുപ്പ് ഭേദഗതിയിൽ അവതരിപ്പിച്ചിട്ടില്ല. 6-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 6-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 7-ാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതികൾ മൂവി ഒന്നാണ്. 325 ശ്രീ ചിത്തരഞ്ജൻ നോട്ട് ഇൻ ദ സീറ്റ്. 328 ശ്രീ എം എസ് അരുൺകുമാർ നോട്ട് ഇൻ ദ സീറ്റ്. 330, 338, 339, 341, 342, 345, 360 ശ്രീ ജയരാജ് നോട്ട് ഇൻ ദ സീറ്റ്. 332 കെ ടി ജലീൽ നോട്ട് ഇൻ ദ സീറ്റ്. 334 വി ശശി നോട്ട് ഇൻ ദ സീറ്റ്. 343 ശാന്തകുമാരി കെ യെസ്. 352 കെ എം സച്ചിൻ ദേവ് യെസ്. 354 കെ ബാബു നന്മാറ യെസ്. 356 സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ യെസ്. 357 മുകുന്ദൻ സി സി നോട്ട് ഇൻ ദ സീറ്റ്. 367 എം വി ഗോവിന്ദൻ മാസ്റ്റർ നോട്ട് ഇൻ ദ സീറ്റ്. 369 എൻ ഷംസുദ്ദീൻ നോട്ട് ഇൻ ദ സീറ്റ്. മിനിസ്റ്റർ സ്വീകരിക്കുന്നില്ല. എല്ലാ ഭേദഗതികളും തള്ളിയിരിക്കുന്നു. ഇനി 7-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 7-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 8-ാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതി അവതരിപ്പിക്കാവുന്നതാണ്. 374 ടി പി രാമകൃഷ്ണൻ നോട്ട് ഇൻ ദ സീറ്റ്. 376 യു ആർ പ്രദീപ് യെസ്. 379 ശ്രീ സേവ്യർ ചിറ്റലപ്പള്ളി യെസ്. 381 ശ്രീ എ രാജ യെസ്. മിനിസ്റ്റർ സ്വീകരിക്കുന്നില്ല. ഭേദഗതിയെല്ലാം തള്ളിയിരിക്കുന്നു. ഇനി 8-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാകുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 8-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 9-ാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതി അവതരിപ്പിക്കാവുന്നു. 388 ഡോക്ടർ സുജിത് വിജയൻ പിള്ള നോട്ട് ഇൻ ദ സീറ്റ്. മിനിസ്റ്റർ സ്വീകരിക്കുന്നില്ല. ഭേദഗതിയെല്ലാം തള്ളിയിരിക്കുന്നു. ഇനി 9-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാവുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 9-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 1-ാം വകുപ്പ് പീടികയും പേരും ഇനി പറയുന്ന ഭേദഗതി അവതരിപ്പിക്കാവുന്നു. 113 ശ്രീ സുപാൽ നോട്ട് ഇൻ ദ സീറ്റ്. മിനിസ്റ്റർ സ്വീകരിക്കുന്നില്ല. ഭേദഗതിയെല്ലാം തള്ളിയിരിക്കുന്നു. ഇനി 1-ാം വകുപ്പും പീടികയും പേരും ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 1-ാം വകുപ്പ് പീടികയും പേരും ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 3-ാം വായന തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് 2025 കേരള പഞ്ചായത്ത് രാജ് ഭേദഗതി ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2025 കേരള പഞ്ചായത്ത് രാജ് ഭേദഗതി ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കും. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. ഇനി 2025 കേരള പഞ്ചായത്ത് രാജ് ഭേദഗതി ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപ സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പാസ്സായിരിക്കുന്നു.